ഇന്നലെ രാത്രിയില് സുവിശേഷത്തിന്റെ വിശേഷത അതാണ് ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചത്. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്നു. 2, സുവിശേഷം സമാധാനം നൽകും. 3, സുവിശേഷം പ്രത്യാശ നൽകും. ആ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടയ്ക്ക് ഒരു കാര്യം കൊണ്ട് പറഞ്ഞ ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. ഈ സുവിശേഷം എങ്ങനെ അറിയിക്കേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്, അത് തിമോത്തിയോസിന്റെ അല്ല തെസ്സലോനിക്ക ലേഖനം തന്നെ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് വളരെ പോരാട്ടങ്ങൾ സഹിച്ചു വേണം ഇത് അറിയിക്കാൻ. ആ 2-ാം വാക്യം ഒന്ന് വായിച്ചോ. എന്റെ വിഷയമല്ലെങ്കിലും നിങ്ങൾ അറിയും പോലെ ആ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് ആ കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും ആ വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ മതി. സുഖകരമായ നിലയിൽ സുവിശേഷം അറിയിക്കാൻ ഒക്കത്തില്ല, നടക്കത്തുമില്ല. അങ്ങനെ ആരെങ്കിലും അറിയിക്കാൻ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കാസർഗോഡ് നിൽക്കുന്നുണ്ടെങ്കിൽ അബദ്ധമാണ്. വളരെ പോരാട്ടത്തോടെ ഇത് അറിയിക്കാൻ പറ്റുള്ളൂ. ഏത് ദേശത്തും ഏത് സ്ഥലത്തും ആരംഭത്തിൽ ഈ സുവിശേഷം പോരാട്ടത്തോടെയാണ് അറിയിക്കുന്നത്. ഇന്ന് ഈ കാസർഗോഡ് ദൈവദാസന്മാര് ദൈവമക്കളും അനുഭവിക്കുന്ന ഇതേ പ്രയാസങ്ങളൊക്കെ ആരംഭ സമയത്ത് മധ്യ തിരുവിതാംകൂറിലും അനേകർ അനുഭവിച്ചവരാ. പക്ഷെ അവരാ പോരാട്ടം സഹിച്ചു നിന്നതുകൊണ്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കും. അപ്പോൾ പോരാട്ടത്തോടെയാ ഈ സുവിശേഷം അറിയിക്കുന്നത്. വളരെ പോരാട്ടം. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിട്ടേക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല. മറ്റുള്ളവർക്ക് ഭാരം ഉണ്ടാക്കി ഇത് അറിയിക്കുകയും ചെയ്യരുത്. 9-ാം വാക്യം കൂടെ വായിച്ചു. ഒത്തിരി പറയാനുണ്ട്, ഇന്ന് വേറെ വിഷയം എടുക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച്, ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ മറ്റുള്ളവർക്ക് ഭാരമായി തീരാതെ വേണം ഈ സുവിശേഷം അറിയിക്കാൻ. അതിനൊത്തിരി കാര്യമൊക്കെ പറയേണ്ടതുണ്ട്, അതൊന്നും ഇപ്പൊ തൊടുന്നില്ല. അപ്പോൾ പോരാട്ടത്തോടെ വേണം സുവിശേഷം അറിയിക്കാൻ. 2, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലയിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്യരുത്. വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ ജില്ലയിലുള്ള ദൈവദാസന്മാരെയും ദൈവമക്കളെയും വീണ്ടും ദൈവം ശക്തീകരിക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. പാപ്പച്ചാൻ്റെ അവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത്ര കിലോമീറ്റർ താണ്ടിയാ ഇവിടെ ഇത്രയും പേര് വന്നു ചേർന്നിരിക്കുന്നത്. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, പ്രതിഫലം തരികയും. ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രിയില് അല്പസമയങ്ങൾ നമുക്ക് തിരുവചനം വീണ്ടും ധ്യാനിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് യൂദായുടെ ലേഖനം 14-15 തിരുവെഴുത്തുകളാണ്. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. വളരെ പരിചിതമായ വാക്യമാണ്. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ വചനത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്ലേ? ഇന്നലെ ഓർമ്മിച്ചതുപോലെ ഈ വലിയ ഈ ഹാള് നമുക്ക് ലഭിച്ചു. അത് തന്നെ വളരെ അനുഗ്രഹമാണ്. എന്നാൽ നിങ്ങൾ ഇത്രയും പേര് അവിടെ ഇരിക്കുന്നു, ഞങ്ങള് 3 പേര് ഇവിടെ ഇരിക്കുന്നു, പാട്ടുകാര് 4-5 പേര് അവിടെ ഇരിക്കുന്നു. ഒരു സുമാറായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ താഴോട്ട് പോയി നിൽക്കാൻ പോയി. പാപ്പച്ചായനും കർത്തൃദാസനും കൂടെ താഴോട്ട് വരുന്നെങ്കിൽ പിന്നെ ആശീർവാദം പറയാൻ തീർച്ചയായിട്ട് വരാം. അപ്പൊ എനിക്കും നോക്കാം. പിന്നെ
നിങ്ങൾ അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് ലണ്ടൻ ഷീല് പാട്ട് പാടുമ്പോൾ ആ അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി. ഇനി അവർ മുന്നോട്ടിരിക്കാൻ പറഞ്ഞാൽ അവര് ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞാനങ്ങ് വിനയപ്പെട്ട് ക്ഷമിച്ച് അങ്ങോട്ട് ചെല്ലുന്നതായിരിക്കും നല്ലത്. കാരണം എഴുന്നേക്കാൻ പറഞ്ഞാൽ അവർ എഴുന്നേക്കല്ല, വന്നപ്പോഴേ അവർ പുറകിലിരിക്കുന്നതല്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാം. ആരെങ്കിലും ഒരാൾ തോക്കാതെ കാര്യം നടക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് വായിച്ച തിരുവെടുത്ത് മോള് വായിക്കുമ്പോൾ ഞാൻ താഴോട്ട് വരും, എന്നിട്ട് 2 ശീല് പാട്ട് പാടും. അത് കഴിഞ്ഞ് നമുക്ക് തിരുവചനം ധ്യാനിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ താഴോട്ട് വരുന്നെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കും സങ്കടം. മോള് വാക്യം പറയും. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നീ മാർഗമൂകിയോ കാണും ഗഗനതലമതു മനുജഗണനെ അതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമാകി മേയെ വാഴ്ത്തോ സൗഖ്യം ലേശമെങ്കിലും ഉരപാനോ സൗഖ്യം ലേശമെങ്കിലും ഉരപാനോ. ആ മണവറയ്ക്കടുത്തു നീയണയും സമയത്തു ശ്രീമകാരാജിയെ മോദവാൻ നിത്യ സ്നേഹപാവത്തിനുള്ളിൽ പോകുവാൻ നിത്യ സ്നേഹപാവത്തിനുള്ളിൽ പോകുവാൻ ബാലസൂര്യ കാന്തികോലും ചേലരും ചിറാകിനാൽ മേലുലകം കടക്കുന്ന കാഴ്ചയെ ഓടാ കനകമണി ഒരു ഗണിക സുതർ സഹിതമായിടാനിടും തവ ബാബിലോൻ ശിക്ഷയാകോര ശിക്ഷയെ താൻമാൻ ബാലനീവ വേഗണം തിൻവേ ചെയ്യേ താൻമാൻ ബാലനീവ വേഗണം നിൽവേ ചെയ്യേ മേലിലുള്ളേറും ജല മേഘാലം ആളിലെന്നെ ചേർക്കണേ നിങ്കൈ നാദ ലളിത കൃപയുടെ മനുജ മനുദിനമനുപമി പതിനരുളനെ സഭയാതു നീ പോയി ഇതലിൽ നിന്റെ പാലനം നിന്റെ പാലനം അല്ലാതെ ഈ പൈതലിൽ നിന്റെ പാലനം അല്ലാതെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസിദാസന്മാരെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോദായുടെ ലേഖനം 14-15 തിരുവെടുത്തുകളാണ്. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കാൻ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ആ ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ആ ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. യൂദായുടെ ലേഖനം 14-15 തിരുവെടുത്ത എല്ലാവർക്കും വളരെ പരിചിതമായി വാക്യം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തി കെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഈ വാക്യത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഹാനോക്ക് പ്രവചിച്ചെന്നുള്ളതാണ്. പുതിയ നിയമത്തിലെ നിങ്ങൾക്കറിയാം 21 ലേഖനങ്ങളാണ്. ഇന്നലെ ഒരു സൂചന തന്നല്ലോ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. അപ്പോൾ വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകവും ലേഖനങ്ങളിലെ 21-ാമത്തെ ലേഖനവും പുതിയ നിയമ പുസ്തകത്തിലെ 26-ാമത്തെ പുസ്തകം. ഇതാണ് യൂദായുടെ ഈ ലേഖനം. വളരെ ഈടുറ്റ വളരെ പ്രത്യേകതയുള്ള ഒരു ലേഖനമാണ് യൂദായുടെ ലേഖനം. ചിലർക്ക് ഇപ്പോഴും സംശയമുള്ളവരുണ്ട്. ഇവിടെ ഇല്ല ചിലർക്ക് ഇതേത് യൂദായാന്നുള്ളതാണ്. ഇപ്പോഴും അങ്ങനെയുണ്ട്. ഏത് യൂദായാണ് ഇത്? ഏത് യൂദായ? വായിച്ചേ 1-ാം വാക്യം. ക്രിസ്തുവിന്റെ ദാസനും യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യൂദ. അപ്പൊ ഈ യൂദ ഏതാണ്? വായിച്ച ആളുകൾ സഹോദരൻ. യേശു ക്രിസ്തുവിന്റെ ആരാ? അവിടെ കൊടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യൂദ. ഇങ്ങോട്ട് നോക്കിയേ. യാക്കോബിന്റെ സഹോദരനായ യൂദ. അതെന്നെ അങ്ങനെ പറഞ്ഞേക്കുന്നേ. ഇന്ന് രാത്രി ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുക. ഇന്നലെ സുവിശേഷത്തെ പറ്റി ഓർമ്മിച്ചല്ലോ. ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോടും പറയാനുണ്ട്. യാക്കോബിന്റെ സഹോദരനായ യൂദ. അതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് എന്തുവാമേ? നിങ്ങളിപ്പോ ചിന്തിക്കുക, എന്തോ പറഞ്ഞാലും അയാൾ അത് വിട്ടു. അപ്പൊ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നതാ. മാനത്തിന് മുന്നേ മൗനം. നമ്മൾ എന്നാ പറഞ്ഞാൽ അയാൾ അംഗീകരിക്കുകയല്ല. ഒന്നാമത് വിവരമുള്ളവനല്ല. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. ചിലരുടെ ചിന്തയാണ്. ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിച്ചാൽ പ്രസംഗിച്ചേക്ക് പോയാൽ മതി, ഞങ്ങളോട് ചോദ്യം ഒന്നും ചോദിക്കട്ടെ, ഞങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാ. ആയിക്കോട്ടെ. എന്നാലും
ഇങ്ങനെ മിണ്ടാതെയും പറഞ്ഞലിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ ദാസനും ഉം, യാക്കോബിന്റെ സഹോദരനുമായ യാക്കോബിന്റെ സഹോദരനായ യൂദ. അതാ എന്റെ ചോദ്യം. യാക്കോബിന്റെ സഹോദരനായ യൂദ എന്ന് പറയാൻ കാരണം ഏ? ഏ? സഹോദരനാണ് അല്ലെ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വേദപുസ്തകത്തിൽ പല യൂദയുണ്ട്. അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണം, പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവും. നമ്മുടെ ഒരു സഭയിലെ ശാമുവേല് തന്നെ 11 ഉണ്ട്. പഴയ സഭയാ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാര് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയും, വീട്ടുപേരൂടെ ചേർത്താ പറയുന്നത്, ഇന്നിടത്തെ ശൗമേലച്ചാൻ, അല്ലെങ്കിൽ ഇൻഷന്റെ കൂട്ടി പറയും, കെ ശൗമേല്, കെ ശൗമേല്, പി ശൗമേല്, ക്ലിയർ ആക്കി പറയും. ശൗമേല് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 11 ചിലപ്പോൾ പ്രാർത്ഥിക്കും. കാരണം എല്ലാവർക്കും പ്രാർത്ഥന അറിയുകയും ചെയ്യാൻ പൊതുവിൽ ഒരു അവസരം കിട്ടുന്നതല്ലേ ആരാ വിടുന്നത്. അപ്പൊ അതുകൊണ്ട് നടത്തിപ്പുകാര് വളരെ ക്ലിയർ ആയിട്ട് പറയും, ഇന്നിടത്ത് ഇന്ന ശൗമേല് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ യാക്കോബിന്റെ സഹോദരനായ യൂദ എന്ന് പറഞ്ഞാൽ ഒരു കാരണം, യാക്കോബിന്റെ മകനായ യൂദ എന്നൊരു പ്രയോഗം ബൈബിളിലുണ്ട്. യാക്കോബിന്റെ മകനായ യൂദ എന്നൊരു വാക്യമുണ്ട്. അത് തെറ്റരുത്. അതിനാ ഇങ്ങനെ സഹോദരൻ എന്ന് തരം തിരിച്ചു പറഞ്ഞത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അങ്ങനെ അവരെല്ലാം കൂടെ ഒന്നിച്ച് കാത്തിരുന്ന് കൂടിയിരുന്നപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്. 12 വാക്യം വായിച്ച ലിസ്റ്റ്, പേര് 1:12 അപ്പോസ്തല പ്രവൃത്തി. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അടുത്തത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അപ്പോൾ ഇവിടെ ഈ കൂടിയിരുന്നവരിൽ ഒരാളാണ് യാക്കോബിന്റെ മകനായ യൂദ. എന്നാൽ ഈ ലേഖനം എഴുതിയത് യാക്കോബിന്റെ സഹോദരനായ യൂദ. അതായത് അങ്ങനെ എടുത്ത് എഴുതിയേക്കുന്നത് യാക്കോബിന്റെ സഹോദരൻ യൂദ. അതെന്താന്ന് ചോദിച്ചാൽ ചിലർക്ക് അപ്പനെയും മോനെയും കണ്ടാൽ തിരിച്ചറിയാൻ മേല. നമ്മുടെ ഇടയിലും ഉണ്ട് അങ്ങനെയുള്ളവർ. അപ്പനെയും മോനെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല, അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. കാലമതാ. ചേട്ടത്തിയമ്മയും അനിയത്തിയെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെടുന്നവരുണ്ട്. എന്തിനാ ദൂരോട്ട് പോകുന്നത്? നമ്മുടെ ഭാസ്കന്മാരെ നമ്മളെടുത്ത് എല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ച് എല്ലാം മിടുമിടുക്കരാ. ഒരു തെളിവ് തരാം, എഴുന്നേറ്റ് പോകരുത്, പിണങ്ങി പോകരുത്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ ഭാസ്കന്മാരെ ഇപ്പം ഇവിടുത്തെ എനിക്കറിയത്തില്ല, ഇച്ചിരി കാശും ചുറ്റുപാടും ഇച്ചിരി കളറും നിറവും ഒക്കെ ഉള്ള വീട്ടിലെ അമ്മച്ചിയെ വിളിക്കും തെക്കേ തുണ്ടിയിലെ മറിയാമ്മ കൊച്ചമ്മ, അല്ലെ മറിയാമ്മ അമ്മച്ചി. ഇങ്ങോട്ട് നോക്കും, കൊച്ചമ്മ ഇങ്ങോട്ട് നോക്കും. ഇവിടുത്തെ കാര്യമല്ല, ഞാനങ്ങ് പറയാം, മറിയാമ്മ കൊച്ചമ്മ. കാശുമില്ല, ചുറ്റുപാടുമില്ല, കളറുമില്ല, ഇച്ചിരി പരുവക്കേടാന്ന് പറയും. നമ്മുടെ പറത്തുണ്ടിയിലെ തങ്ക സഹോദരി ഇല്ലേ, എന്നാ ഒന്നും വേണ്ടാത്ത സത്യമാന്ന് പറഞ്ഞാൽ മതി. കള്ളവാന്ന് ഈ പറഞ്ഞത് കള്ളവാന്ന് പറയണം. രണ്ടിലൊന്ന് പറഞ്ഞിട്ടേ അമ്മാമ്മ ഇവിടുന്ന് വിടുന്നുള്ളൂ. അച്ഛനെ ഇവിടെ ഇരുന്നോ. സത്യമാന്ന് പറഞ്ഞു. സത്യമാ, ഞാൻ സത്യമേ പറയും. അമ്മാമ്മ പറയുന്ന കാസർഗോഡ് എല്ലാവരും ഒരുപോലാണ്. പരുവക്കേടായതുകൊണ്ട് പലതും പമ്മിയിരിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ലേ? ഇനിയും വിശദീകരിക്കണോ? വേണ്ട, അത് മതി. അതാ നല്ലത്. ഇത് അമ്മച്ചി, മറ്റേത് സഹോദരി.
ചില പാസ്റ്റർമാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവരെക്കാൾ ഒത്തിരി മൂത്തറാന്തേലും പറയ്ക്കും, മറിയാമ്മ സഹോദരി എന്തുകൊണ്ട് വിശേഷം, എന്നാ മിണ്ടാത്ത. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിച്ചത് മെനക്കേടായല്ലോ എന്ന് ചിന്തിച്ചോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ അപ്പച്ചൻ, ഇപ്പോൾ ഇന്നടത്തെ അപ്പച്ചൻ അല്ലെ അച്ചായൻ, മറ്റേതോ ബേബി സഹോദരൻ, മൂത്തതാ, എന്നാലും മിണ്ടുന്നില്ല. പ്രഗത്ഭനായ ഒരാള് എന്തിനാ ദൂരോട്ട് പോകുന്നത്? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പുന്നത്? ഇതെവിടാ വിളമ്പേണ്ടത്? ഗുരുവായൂരമ്പലത്തിൽ പോയി വിളമ്പാൻ പറ്റുമോ? പ്രഗത്ഭനായ ഒരാള് രണ്ടുപേരെ പരിചയപ്പെടുത്തിയപ്പോ ഇങ്ങനെ പരിചയപ്പെടുത്തിയ രണ്ടുപേരെ പരിചയപ്പെടുത്തിയ ആള് പ്രഗത്ഭന, പറഞ്ഞാൽ അക്കാനൊക്കെ അറിയാത്തിന് വെറുതെ അലോചന ഉണ്ടാക്കുന്നു. അപ്പൊ പരിചയപ്പെടുത്തുക, ഇന്നടത്തെ ചാക്കോച്ച, ആരംഭകാലത്തെ ആൾക്കാരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നടത്തെ ചാക്കോച്ചായൻ ഉണ്ടായിരുന്നു, ഇന്നടത്തെ ബേബിച്ചായൻ എന്നുണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ കുഞ്ഞിച്ചായൻ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ സാറ് ഫിലിപ്പ് സാർ ഉണ്ടായിരുന്നു, ചാക്കോ സാർ ഉണ്ടായിരുന്നു, തോമസ് സാർ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു വന്ന് ചോദിച്ചു. സ്വോത്രം. പിന്നെ ഇന്നടത്തെ ജോസഫ് സഹോദരനും അക്കാലത്തുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? മിണ്ടുന്നില്ല. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഒരു അലോക്യത്തോടു കൂടി ഞാനും വയനാടിന് പോകുന്നില്ല. പ്രിയരെ, ഒരു കാര്യം പറയാം, അവരെങ്ങനെയും ആകട്ടെ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പാടില്ല. മൂത്ത സഹോദരിമാരെ, അമ്മയുടെ പ്രായമുള്ളവരെ, പിതാവിന്റെ പ്രായമുള്ളവരെ, മറ്റുള്ളവരെ ആദരിക്കാൻ, അതിനെ തരംതിരിവോ വേറുകൃത്യോ ഒന്നും പാടില്ലെന്നായി പറഞ്ഞത്. അങ്ങനത്തെ പ്രമാണം നമുക്കില്ല. ചിലർക്ക് ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അവര് ശരിക്ക് മാനസാന്തരപ്പെടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ പോംവഴിയൊന്നുമില്ല. അപ്പൊ ചിലർക്ക് ആൾക്കാരെ അറിയത്തില്ല. അതിനെ ഇവിടെ ക്ലിയർ ആക്കി അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ യാക്കോബിന്റെ മകനായ യൂദ, ഈ ലേഖനം എഴുതിയപ്പോൾ ക്ലിയർ ആക്കി യാക്കോബിന്റെ സഹോദരനായ യൂദ സംബോധന ചെയ്യുമ്പോൾ, പരിചയപ്പെടുത്തുമ്പോൾ, ഇടപെടുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ, സഹകരിക്കുമ്പോഴൊക്കെ അവൻ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നാം ദൈവമക്കളാന്നുള്ള ചിന്തയോടെ വേണം എല്ലാവരോടും ഇടപെടാൻ. സ്തോത്രം. നമുക്ക് ആ വിഷയം വിട്ടക്കാൻ. ചിലരുടെ മുഖത്തിനൊരു മ്ലാനതയും ഭാവവ്യത്യാസവും ഞാൻ കാണും. അതെന്നോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, ഇങ്ങനെ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നെന്നുള്ളതാ. ഇതും പറയണം ഇതിനകത്ത്. പ്രവർത്തിച്ച ആത്മാക്കളെ നേടിയാൽ മാത്രം പോരാ, അവരോട് ഇടപെടുന്നത് നല്ല രീതിയിലായിരിക്കണം. അവിടെ പോയി പൈനിയർ വർക്ക്, മിഷൻ സ്റ്റേഷന്, ട്രാക്ക് കൊടുത്തു, തമ്പിയുടെ ഹൃദയം, തകരുന്ന കപ്പല്, പരസ്യയോഗം, ക്രൂസൈഡ്, കൺവെൻഷന്, ഇടയോഗം, ഇതെല്ലാം നല്ലതാ. ഇതൊക്കെ ചെയ്ത് ആത്മാക്കളെ അകത്ത് കൊണ്ടുവരുമ്പോൾ അവരോട് ഇടപെടാനും കൂടെ പഠിക്കണം. സ്തോത്രം. പ്രഗത്ഭനായ ഒരാൾ എന്നോടാ പറഞ്ഞത്. എന്നോട് പറഞ്ഞതാ, നമ്മള് പാടാനും പ്രാർത്ഥിക്കാനും വേല തുടങ്ങുമ്പോ ഇവരൊക്കെ വേണം, പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ നമുക്ക് അവരെ ഒന്നും അടുപ്പിക്കാൻ ഒക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞതാ. മനസ്സിലാകുന്നുണ്ടോ അമ്മാമ്മയ്ക്ക്? ഇനിയിപ്പോ അമ്മാമ്മ ഓർക്ക ദൈവമേ വന്ന് മുന്നിൽ ഇരിക്കുകയും ചെയ്തു, എനിക്ക് സന്തോഷം. പിന്നീട് അമ്മയല്ലേ അല്ലേ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിന്റെ പ്രശ്നമില്ലല്ലോ. നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവന്. ആസാഫ് ഒരിക്കൽ പാടി, ഈ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നിർമ്മല ഹൃദയമുള്ളവർക്ക്, നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. എന്നാൽ
ദുർമതികൾ സൂകികളായി മേവുമതിലിട പ്രിയനുള്ളം തിരതുല്യം. എന്നാൽ ദുർമതികൾ സൂകികളായി മേവുമതിലിട പ്രിയനുള്ളം തിരതുല്യം. പുഷ്ടിയാലും ദിനകങ്ങളില്ലേ അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയ വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതോ വ്യർത്ഥം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. അത് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയ, അർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നാണ്, ജനനം രണ്ട് വിധത്തിലാണ്. ഏതാ? യൂദയുടെയും ക്രിസ്തുയേശുവിന്റെയും ജനനം രണ്ട് വിധത്തിലാണ്. യേശുക്രിസ്തുവിനെ ജനിപ്പിച്ചു എന്നല്ലല്ലോ, നിങ്ങൾക്കറിയാം, ജനിച്ചു എന്നാ അവിടെ എഴുതിയിരിക്കുന്നത് മത്തായി 1. മറ്റുള്ളവരെ എല്ലാം ജനിപ്പിച്ചു. ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് ജനിപ്പിച്ചെന്നല്ല, ജനിച്ചു. ജനനം വ്യത്യസ്തമാണ്. യൂദായുടെ ലേഖനം യൂദായെ ജനിപ്പിക്കുക. യേശുക്രിസ്തുവിനെ ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാ. പക്ഷെ അമ്മയൊന്ന മറിയം, യൂദയുടെ അമ്മയും, ഏതാ ഈ ലേഖനം എഴുതിയ യൂദയുടെ അമ്മയും ക്രിസ്തുയേശുവിന്റെ അമ്മയും മറിയം എന്ന് പറയുന്ന മാന്യ വനിതയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മയാണ്. കാരണം നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച് അനന്തരം ഈ അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ട്. അതിന് ധാരാളം തെളിവുണ്ട്. ഒരു വാക്യം വായിച്ചു, മർക്കോസ് 6:3. ഇതെല്ലാം അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. മർക്കോസ് 6:3 പെട്ടെന്ന് വായിക്കുന്നു. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? തച്ചൻ കൊച്ചാക്കാൻ പറഞ്ഞതാ. ഏതാ തച്ചൻ? നമ്മുടെ ഇടയിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്, ആൾക്കാരെ കൊച്ചാക്കി കളി. ഉദാഹരണമാണ്. നമ്മൾ ചോദിക്കുകയല്ലേ, അമ്മാമ എവിടാ ജോലി? എനിക്ക് ഗവൺമെന്റ് സർവീസിൽ. എന്റെ മോളും നല്ല കാര്യം, പഠിച്ചിട്ടല്ലയോ, പഠിച്ചധ്വാനിച്ചുകൊണ്ടല്ലേ ജോലി കിട്ടിയ, നല്ലത്. എന്നാൽ ചിലര് പറയും, ആ സഹോദരി അടുക്കളപ്പണി. അത് നല്ല രീതിയിലല്ല പറയുന്നേ, അടുക്കളപ്പണി അങ്ങനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം ഒന്നും ആയില്ല, ആകത്തുമില്ല, താഴ്ത്തി കെട്ടി പറയുന്ന ആൾക്കാരുണ്ട്. മുമ്പേ വന്ന പോയിന്റ് പിന്നെയും വരിക. എന്താ ചെയ്യാൻ? മുമ്പേ വന്ന പോയിന്റ് പിന്നെയും വന്നു. ഒരു സെന്ററിന്റെ യോഗം നടക്കുക. സെന്ററിന്റെ യോഗം ഞാനും ഉണ്ട്. ഏത് സെന്ററാ എവിടാന്ന് എന്നോട് ചോദിക്കരുത്. മറന്നു പോയിട്ടല്ല, പേര് പറയുമ്പോൾ അത് അവരെ ആക്ഷേപിക്കുക, അത് വേണ്ട, കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യോഗത്തിന് ഞാൻ നേരത്തെ ചെന്നു, വേറൊരാളും ഉണ്ട്. അപ്പൊ സെൻട്രൽ പാസ്റ്റ് കൊണ്ട് രണ്ടുപേരുടെ സംസാരിക്കുന്ന കൂട്ടത്തില് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഗുഡ് ന്യൂസ് അവിടെ കടന്നു. അപ്പൊ ഞാൻ അതെടുത്ത് വായിക്കൊണ്ടിരിക്കുക. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇവർ ഉറക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് പലതും കേൾക്കാനായിട്ടിരുന്നതല്ല, വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ആദ്യം വായിച്ചത്, അവര് പിന്നെ വർത്താനം തുടങ്ങിയത്. അവര് വർത്താനം തുടങ്ങിയപ്പോ ഞാൻ പമ്മി അവിടെ പോയിരുന്ന അത് കേൾക്കാനാന്ന് പറയാ, അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പം സെൻട്രൽ പാസ്റ്ററും വേറൊരാളും കൂടെ വർത്താനം പറയാം. ആ സെന്ററിൽ പെട്ട വേറൊരു സഹോദരനെ പറ്റിയായി സബ്ജക്ട്. മറ്റത് പുള്ളി വ്യഭിചാരം ചെയ്തെന്നോ പാപം ചെയ്തെന്നല്ല, പുള്ളിയുടെ കുടുംബ ചരിത്രവും പിന്നെ വിഭാഗത്തിൽപ്പെട്ടതാ, ഇന്നതാന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ തേജോവധം ചെയ്യുക.
എന്നിട്ട് ഇടയ്ക്ക് കയറുമ്പോൾ ഞാൻ എൻ്റെ വലിയപ്പ ഞങ്ങളുടെ വീട്ടിലെ എന്തോ ഒരു പണിയുടെ പേര് പറഞ്ഞ ഒരു ഭാഷയാണ് പറഞ്ഞത്. അടിയാർ പണിയോ അങ്ങനെ അങ്ങനത്തെ ഒരു ഭാഷ പറഞ്ഞു. എന്തോ ഒരു ഭാഷ അങ്ങനെയുള്ളവനാ. ഇപ്പൊ പിന്നെ പാസ്റ്റുമൊക്കെ ആയി നമ്മുടെ സെന്ററിൽ കയറി ഇരിക്കട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല രീതിയിലല്ല, ഇകഴ്ത്തിയാ പറയുന്നത്. എല്ലാം ഇപ്പം എനിക്ക് പറയാനൊക്കത്തില്ല പറഞ്ഞത്. ഞാനിത് വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, രണ്ടും നടക്കുക. അല്പം കഴിഞ്ഞപ്പം ആ ദൈവദാസൻ ഈ മീറ്റിങ്ങിന് പുള്ളിയും വരിക. പുള്ളി കയറി വന്നോടനെ ഈ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേരും പറഞ്ഞു, സ്തോത്രം, എന്തുകൊണ്ട് വിശേഷം? ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, തണുത്തത് വേണോ ചൂട് വേണോ? അങ്ങനുണ്ട്. ഇത് രണ്ടും കാണുകയും കേൾക്കുകയും ചെയ്ത ആള് ഞാനാ. മൂന്നാമതൊരാൾ പറഞ്ഞതല്ല, അനുഭവത്തിലെ കാര്യമാണ്. ഈ മനോഗതി എന്ന് മാറും അന്ന് രക്ഷപ്പെടും. ഞാൻ എന്നെയും പ്രതിയാക്കിയാ പറയുന്നത്. ഒന്നാം പ്രതി പൗലോസ് പറഞ്ഞ പാപങ്ങളിൽ ഒന്നാമൻ ഞാനെന്ന് പറഞ്ഞ ഒന്നാം പ്രതി ഞാനാ. ഹൃദയം ശരിയാകണം. നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇവിടെയും അങ്ങ് തന്നെ പറഞ്ഞേ, തച്ചനല്ലയോ? അതാ ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കൊച്ചാക്കാൻ പറഞ്ഞതാ. അതും നമ്മുടെ മലയാള ഭാഷയുടെ ശൈലി അനുസരിച്ച് മറിയാമ്മയുടെ മോനെന്നല്ല പറഞ്ഞ. പിന്നെന്തുവാ? മറിയയുടെ. നമ്മുടെ കേരളത്തിലെ വിശേഷിച്ച് സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ഇച്ചം പ്രയോഗമുണ്ട്, ബഹുമാനമാണ്. തോമാച്ചൻ, ചാക്കോച്ചൻ, ബേബിച്ചൻ, കറിയാച്ചൻ, തൂക്കാച്ചൻ, ഇച്ചം പ്രയോഗമാണ്. അതുപോലെ അമ്മച്ചി, അറിയാമ്മച്ചി, ചിന്നമ്മ, തങ്കമ്മ, സാറാമ്മ, അല്ലേ? ബഹുമാനം. ഇതെങ്ങനെയാ പറഞ്ഞേ? മറിയാമ്മയെന്നാണോ? പിന്നെ വെറും മറിയാം. മറ്റേത് മറിയാമ്മ, ഇത് ഞങ്ങളുടെ അടുത്തൊരു സഹോദരി ഉണ്ടായിരുന്നു, നമ്മുടെ സഭയപ്പെട്ടതാ. എല്ലാരും ഇങ്ങനെ മറിയാമ്മയെന്നും അന്നമ്മയെന്നൊന്നും വിളിക്കാൻ അവർക്ക് ഒക്കത്തില്ല. അതിന് അവര് വിളിക്കുന്നതാണ് മറി. മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. മറിയാമ്മയെന്ന് വിളിക്കാൻ അവർക്ക് അങ്ങോട്ട് നാവ് വഴങ്ങുന്നില്ല. അവര് ഇച്ചിരി ആദ്യത്വമുള്ളതാ. അതിനാ മറി. എന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ചെല്ലിക്കുക, ഇനി ആയുസ്സിൽ ഇയാളെ കാസർഗോഡ് ജില്ല കേറ്റാതിരിക്കുന്ന നല്ലത്. പ്രിയരെ, നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇവിടെ നമുക്ക് പലതുമൊക്കെ പൊത്തിയും മൂടിയൊക്കെ അഭിനയിക്കാം. പത്രോസ് കൊടുത്തൊരു പദമുണ്ട്, വ്യാജഭാവം. അങ്ങനെ കൊടുത്തേക്കുന്നത്. എങ്ങനെ? സകല ദുഷ്ടതയ്ക്കും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പനെന്ന. അപ്പൊ അതിലൊരു ഭാഗം ആ വ്യാജഭാവം. അതെല്ലാം കളയണം. അതൊക്കെ ഒന്ന് കളഞ്ഞ് രക്ഷപ്പെടും. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഈ കൺവെൻഷൻ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഗുണമായി തീരട്ടെ. ജീവിതത്തിന് വ്യത്യാസം വരട്ടെ, സ്വഭാവത്തിന് മാറ്റം വരട്ടെ, ജീവിത നിലവാരത്തിലൊരു രൂപാന്തരം ഉണ്ടാക്കട്ടെ. യോഗം വിജയിച്ചു. ദൈവത്തിന് മഹത്വം. ഇവൻ മറിയയുടെ മകൻ താഴ്ത്തിക്കെട്ടി പറഞ്ഞതാണ്. അപ്പൊ ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുന്ന, വേദപുസ്തകം വിശ്വസിക്കുന്ന, വചനത്തിൽ ഭയപ്പെടുന്ന, വചനത്തെ അംഗീകരിക്കുന്ന ദൈവമക്കൾ അതുകൊണ്ട് ആ മറിയം എന്ന് പറയുന്ന ആ അമ്മയെ നിത്യകന്യകയായി അംഗീകരിക്കാത്തത്. മറിയം നിത്യകന്യകയല്ല. കാരണം നമ്മുടെ കർത്താവിനെ പ്രസവിച്ച് അനന്തരം വീണ്ടും ഈ അമ്മ അനേക കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അതുകൊണ്ട് ബഹുമാന്യരെ, മറിയം നിത്യകന്യകയല്ല. അതുകൊണ്ട് നിത്യകന്യയായിട്ട് നമ്മൾ അംഗീകരിക്കാത്ത പണക്കം ഉണ്ടായിട്ടല്ല.
ആദ്യജാതനെ പ്രസവിച്ചെന്നാ എഴുതിയേക്കുന്നത്. അപ്പോൾ വേറെ ജാതന്മാര് വീണ്ടും ഉണ്ടായെന്ന അതിന്റെ സാരം. ആട്ടെ, വിട്ടേക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ യൂദായുടെ ലേഖനത്തിൽ ഇങ്ങോട്ട് നോക്കി, എല്ലാരും എന്നെ നോക്ക്. എന്തോ സ്മിതയോ, എന്തോ സ്മിത, എന്നെ നോക്ക്. കാണാനൊന്നും വലിയ ചെലവില്ലേലും എന്നെ നോക്കണം. എല്ലാരും എന്നെ നോക്കാം. ഇങ്ങോട്ട് നോക്കാൻ പറയും, പിന്നെ അങ്ങോട്ട് നോക്കണം. എന്നെ നോക്കാനല്ലോ ഈ പിന്നെ നോക്കുന്നില്ല. ഈ യൂദായുടെ ലേഖനത്തിൽ എത്ര വാക്യമുണ്ട്? ഇങ്ങോട്ട് നോക്കി പറ. അമ്മ കുത്തിയിരുന്ന് നോക്കുക, എന്നിട്ട് കണ്ടുപിടിച്ചില്ല. ഈ യൂദായുടെ ലേഖനത്തിൽ എത്ര വാക്യം നോക്കി പറ. 25 വാക്യങ്ങൾ. വളരെ ചെറിയ ഒരു ലേഖനമാണ്, 25 വാക്യം. അതെ, ഇതുപോലെ 25 വാക്യമുള്ള വേറൊരു ലേഖനമുണ്ട്. ഏതാ? പാപ്പച്ചായന്റെ അമ്മാമ്മ സഹോദരിയോട് ചോദിച്ചു. സഹോദരി ആദ്യമായിട്ട് ഈ അമ്മാമ്മ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടു ചോദിക്കുന്നത്. ഉറക്കെ പറഞ്ഞു. ഫിലേമോന്റെ ലേഖനം, അതിൽ 25 വാക്യമുള്ളൂ. ഈ 2 ലേഖനത്തിലും 25 വാക്യമേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, യൂദായുടെ ലേഖനത്തിൽ 25 വാക്യമേ ഉള്ളൂ. 25 വാക്യമേ ഉള്ളൂ എന്ന് കണ്ട് ഇതത്ര കഴമ്പില്ലാത്ത ലേഖനമാണെന്ന് ആരും ധരിക്കരുത്. ഇതുപോലെ ഈടുറ്റൊരു ലേഖനം വേറെ ഇല്ലെന്നുള്ളതാണ് എന്റെ വാദം. ഭയങ്കര ആഴമേറിയ ലേഖനമാണ്. ആട്ടെ, 25 വാക്യം. ഈ യൂദായുടെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക. അതായത് ഇതിനൊക്കെ ഒരു പ്രധാന പദമാണ്. എന്തുവാ? സൂക്ഷിക്കണം. ഒന്ന് വായിച്ചേ. 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും ക്രമത്താലെ വായിച്ചേ സ്മിതേ. 1. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. ഇതിലെ പ്രധാന പദമാണ് സൂക്ഷിക്കുക. 6-ാം വാക്യമായിട്ട് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിലിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്ന 13-ാം വാക്യം വലതുവശത്തെ മേളില് തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചെന്ന 21-ാം വാക്യം നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചു. 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പോൾ 25 വാക്യമുള്ള ഈ ലേഖനത്തിൽ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക. സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിക്കണം. വിശ്വാസികളും സൂക്ഷിക്കണം, പാസ്റ്റർമാരും സൂക്ഷിക്കണം, നടത്തിപ്പുകാരും സൂക്ഷിക്കണം, പിള്ളേരും സൂക്ഷിക്കണം, മാതാപിതാക്കളും സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. പ്രധാന പദം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ 25 വാക്യമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ഈ ലേഖനം തള്ളിക്കളയുന്നത് വളരെ ആഴമേറിയ ലേഖനമാണ്. മാത്രമല്ല, ഈ ലേഖനത്തിലെ വേറൊരു വിശേഷത, 25 വാക്യമേ ഉള്ളെങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയമായി യൂദാ തുടങ്ങിയേക്കുന്നത്. 5 ദിവസം കൊണ്ട് കാണുന്ന ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യ സൃഷ്ടിക്കും മുൻപുള്ള വിഷയങ്ങളാണ് യൂദാ തുടങ്ങിയിരിക്കുന്നത്. മുമ്പേ വായിച്ച വാക്യം 6-ാം വാക്യം ഭൂതലോകത്തെ വിഷയം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. കണ്ടോ? അപ്പൊ ഭൂതലോകത്തെ വിഷയം മുതൽ യൂദാ തുടങ്ങി. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ
ദൂതലോകത്തെ വിഷയം മുതലാ യൂദാ തുടങ്ങിയിരിക്കുന്നത്. ഇത് വളരെ ആഴമേറിയ ലേഖനമാണ്. സ്തോത്രം. ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ 18-ാം വാക്യം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന്. മതി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദാ ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ആഴമേറിയ ലേഖനമാണ്. ആ ഭാഗത്ത് പിന്നെ വരാം. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, നിങ്ങൾക്കും അറിയാം. വേദപുസ്തകം 40 എഴുത്തുകാരാ എഴുതിയത്. 40 എഴുത്തുകാര്. പഴയ നിയമം 32 എഴുത്തുകാരും പുതിയ നിയമം 8 പേരും. മൊത്തം 40 എഴുത്തുകാർ 1600 കൊല്ലം കൊണ്ടാണ് എഴുതിയത്. അപ്പോൾ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത 1-2 വിഷയം യൂദായിക്കാ വെളിപ്പെട്ടേക്കുന്നത്. 32 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത, ഗ്രഹിക്കാൻ പറ്റാതിരുന്ന പ്രധാനപ്പെട്ട 2 വിഷയം യൂദായിക്ക് വെളിപ്പെട്ടു. ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. വായിച്ചേ, അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർത്തിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മോശയുടെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ സാത്താനും പ്രധാന ദൂതനും തർക്കവും മാറവും നടന്നു. പ്രധാന ദൂതൻ സാത്താനെ ഫൽസിച്ചു. ഈ സംഭവം മറ്റ് 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. യൂദായിക്ക് ഇത് വെളിപ്പെട്ടു. അപ്പൊ ഈ ലേഖനത്തിന്റെ ആഴം എത്ര വലുതാണെന്നായി പറഞ്ഞു വന്നതിന്റെ പോലുള്ളത്. 39 എഴുത്തുകാർക്കും വെളിപ്പെടാഞ്ഞ, മനസ്സിലാകാഞ്ഞ, ഗ്രഹിക്കാതിരുന്ന വിഷയം ദൈവം യൂദായിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അത്ര ഈടുറ്റ ലേഖനമായത്. വേറൊരു സംഭവമാണ് നമ്മുടെ കുറുവാക്യം 14-ഉം 15-ഉം വായിച്ചേ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിച്ചു എന്ന് യൂദായിക്കാ വെളിപ്പെട്ടത്. യൂദായ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ആരും ഈ വിഷയം മനസ്സിലാക്കി തന്നില്ല. എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ മോശെ 5 പുസ്തകം എഴുതി. 5 പുസ്തകം എഴുതിയ മോശയ്ക്ക് ഈ കാര്യം വെളിപ്പെട്ടില്ല. മോശ എഴുതിയപ്പോൾ ഹാനോക്കിനെ പറ്റി 3-4 വാക്യമേ ഉള്ളൂ. ആ 5-ാം അധ്യായത്തിന്റെ 21, 22, 23, 24 4 വാക്യമല്ലേ സ്മിത വായിച്ച ചെറിയ കണ്ണിക്കകത്ത്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അടുത്തത് ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. 4 വാക്യമല്ലേ? അതെ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ ഈ ഹാനോക്കിനെ പറ്റി വെറും 4 വാക്യം എഴുതിയിട്ടുള്ളു. പക്ഷെ ആ 4 വാക്യത്തിൽ ഹാനോക്ക് പ്രവചിച്ചെന്ന് ഒരു രേഖയില്ല. ദൈവത്തോടു കൂടെ നടന്നെന്നുണ്ട്. എന്നാൽ ഹാനോക്ക് പ്രവചിച്ചെന്ന് എഴുതിയിരിക്കുന്നത് യൂദയ. ഏതാണ്ട് 14 ലേഖനം എഴുതിയ ആളാ പൗലോസ്. വേദപുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിരിക്കുന്നത് പൗലോസ. അധ്യായത്തിന്റെ കണക്കല്ല, പുസ്തകത്തിന്റെ കണക്ക്. പക്ഷേ 5 പുസ്തകം എഴുതിയുള്ളൂ. പൗലോസ് 14 പുസ്തകം, 13 തീർത്തും പറയാം. ഒന്ന് തർക്കം, ആ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല പൗലോസ. അപ്പോൾ 14 പുസ്തകം എഴുതി പൗലോസ്. മാത്രമാണോ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷെ ആ പൗലോസിന് പോലും ഹാനോക്ക് പ്രവചിച്ച് ശുശ്രൂഷ ചെയ്തെന്ന് വെളിപ്പെട്ടില്ല. അത് വെളിപ്പെട്ടത് യൂദയ്ക്ക്. അപ്പോൾ ഈ ലേഖനം വളരെ ആഴമേറിയ ലേഖനമാണ്.
39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പരമമായ ചില സത്യങ്ങൾ ദൈവം യൂദായിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന് അതിന് കാരണം എന്നാണെന്നറിയാമോ? അവൻ കർത്താവിനെ നല്ലതുപോലെ രുചിച്ചറിഞ്ഞാൽ അനേകർക്ക് വെളിപ്പെടാത്തത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അതിന്റെ ഒരു കാര്യം കൂടെ കയറി പറയാം. ഈ യൂദായും ശിമോനും യാക്കോബും യോസെ ഇവരാരും യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ വിശ്വസിച്ചില്ല. ആരും വിശ്വസിച്ചില്ല. വിശ്വസിക്കാഞ്ഞതിന്റെ കാര്യം, ഇവരൊരു വീട്ടിൽ താമസിക്കുക, ഒരപ്പന്റെ അമ്മയുടെ മക്കളായിട്ടാണ്. എന്റെ ഭാഷയ, ഒരു മായി കിടക്കുക, ഒരു പാത്രത്തിന്റെ ഭക്ഷിച്ച് ഒരു വീട്ടിൽ താമസിക്കുക. അതുകൊണ്ട് വലിയ വിശ്വാസമൊന്നും ഞങ്ങളുടെ ബ്രദർ അങ്ങനെയുള്ള ചിന്തയാണ്. അണ്ട യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ച് 7:5 നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അത്രേ ഉള്ളൂ. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പൊ ആരംഭ സമയത്ത് യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങൾ മുമ്പേ വായിച്ചു. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ ഇവരാരും വിശ്വസിച്ചില്ല ആരംഭത്തിൽ. യേശു യുഗലോകത്തിൽ ശുശ്രൂഷകൾ ചെയ്ത സമയത്ത് ഈ സഹോദരന്മാരാരും യേശുവിൽ വിശ്വസിച്ചില്ല. പിന്നെ എപ്പോഴാ വിശ്വസിച്ചെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്ത് ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേബാവിന്, 12 പേർക്ക്, 15 പേർക്ക്, എമ്മവസി പോയവർക്ക്, കടൽക്കരയിൽ വെച്ച്, ബഥാനിയിൽ വെച്ച് മുറി അടച്ചിട്ടപ്പോൾ ഇങ്ങനെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. എന്റെ ഭാഷ പറഞ്ഞ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്റെ ഭാഷയാ കളി മാറി. വായിച്ചേ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ന്റെ 3 മുതൽ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിന് അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷമായി. പിന്നെ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജപോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. അപ്പൊ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ, പിന്നെ അവൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. ഈ യാക്കോബും യോസയും യൂദയും ശിമോനും ഒന്നും യേശു ജീവിച്ചിരുന്നപ്പോൾ ദൈവമാണെന്നോ സത്യദൈവമാണെന്നോ സർവശക്തനാണെന്ന് വിശ്വസിച്ചില്ല. ഞങ്ങളുടെ ഒരു ബ്രദർ എന്നുള്ള ചിന്തയാണ്. എന്നാൽ തിരുവെടുത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു, ഞാനിങ്ങനെ തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച്, തിരുവെടുത്ത് പറഞ്ഞ പോലെ ജീവിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കളി മാറി. എന്റെ ഭാവനയാ അല്ല, അങ്ങനെ യാക്കോബ് വന്ന് സഹോദരന്മാരോട് പറഞ്ഞു, യോസെ, യൂദ, ശിമോനെ, നമ്മൾ ഉദ്ദേശിച്ചതുപോലല്ലടാ, അവൻ അവിടുന്ന് ദൈവമാ, അവിടുന്ന് സർവശക്തനായ ദൈവമാ. അപ്പൊ അവര് ചോദിച്ചു കാണും, കൊച്ചേട്ടൻ എങ്ങനെ ബോധ്യപ്പെട്ടു? എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അവിടുത്തെ ക്രൂശീകരണം നമ്മൾ കണ്ടതാ, അറിഞ്ഞതാ. കല്ലറ വെച്ചത് അറിഞ്ഞതാ, കല്ലറയിൽ കൊണ്ട് അടക്കിയതൊക്കെ നമ്മൾ അറിഞ്ഞതാ. അവനെ ഉയർത്തെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. നമുക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഈ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോ ഇങ്ങനെ പറയാനുണ്ട്, യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി, കളി മാറും. നമ്മൾ ഈ ഒത്തിരി മസിൽ പിടിക്കുവൊന്നും വേണ്ട. യേശു ഒരിക്കലും വിശ്വസിക്കാതിരുന്ന സഹോദരന്മാർക്ക് യാക്കോബിന് യേശു പ്രത്യക്ഷപ്പെട്ടപ്പം കളി മാറി. നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കും എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയാം, ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അവർകൾക്ക്, അദ്ദേഹത്തിന് യേശുക്രിസ്തു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി.
ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന് യേശുക്രിസ്തു വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി, അന്തരീക്ഷം മാറും. ഓ, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടും വലിയ വെറുതെ ആനന്ദനാലേക്കുന്നേ നടക്കാത്ത കാര്യമൊക്കെ. അല്ല, ഇരിപ്പ് കാണുമ്പോ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നുന്നില്ല. ഇവിടുത്തെ MLA-മാർക്കും MP-മാർക്കും ഒക്കെ യേശു ഒന്ന് വെളിപ്പെട്ടാൽ മതി. ദൈവത്തിന് മഹത്വം. നമുക്ക് വിരോധമായി ചിന്തിക്കുന്നവർ, മന്ത്രിക്കുന്നവർ, പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ നശിച്ചു പോകാനും മുടിഞ്ഞു പോകാനൊന്നും പ്രാർത്ഥിക്കണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ ആ വ്യക്തിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടണേ. സുവിശേഷ വിരോധികളും മതഭ്രാന്തന്മാരുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ അവർക്ക് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണേ, യേശു ഒന്ന് പ്രത്യക്ഷപ്പെടണം. നിങ്ങളുടെ അഖിലത്തുള്ളവര്, സ്നേഹിതരെ, ചാർച്ചക്കാരൊക്കെ നിങ്ങൾക്ക് വിരോധമായി ചിലപ്പോൾ സംസാരിച്ചെന്നും പ്രവർത്തിച്ചെന്നും വരാം. നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ ചേർത്ത് പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ അവർക്കൊന്ന് പ്രത്യക്ഷപ്പെടണേ. ഒരു വ്യക്തിക്ക് യേശു പ്രത്യക്ഷപ്പെട്ടാൽ സ്വഭാവം മാറും, യേശു പ്രത്യക്ഷപ്പെട്ടാൽ രീതി മാറും, യേശു പ്രത്യക്ഷപ്പെട്ടാൽ പ്രകൃതി മാറും. ദൈവത്തിന് മഹത്വം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് വചനമൊക്കെ അറിയാം. ഡമസ്കസിന്റെ പടിക്ക് വെച്ച് പൗലോസിന് യേശു പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് അത് പറഞ്ഞത് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞ പ്രകാശമാണ്. അതല്ലേ പൗലോസ് പറഞ്ഞ, ഒടുവിൽ അകാലം പറഞ്ഞ പോലുള്ള എനിക്ക് ഈ പ്രത്യക്ഷപ്പെട്ടപ്പം ഇടയ്ക്ക് കയറി പറയാം, പൗലോസ് നേരത്തെ ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോയവരുടെ വസ്ത്രം പുള്ളിയാണ് സൂക്ഷിച്ചത്. എന്ന് പറഞ്ഞാൽ അഭിഷിക്തന്മാരെ, ദൈവദാസന്മാരെ കൊല്ലുന്നതിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. 8-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1 വായിക്കുന്നത്, അവനെ കൊന്നത് ശൗലിന് സമ്മതമാണ്. അപ്പൊ അഭിഷിക്തന്മാരെ കൊന്നതിൽ ആനന്ദിച്ച പുള്ളിയാ. 3-ാം വാക്യത്തിലുണ്ട്, എന്നിട്ട് വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുവെച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. മുടിച്ച പുള്ളി. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വ്യക്തിക്ക് യേശു പ്രത്യക്ഷപ്പെട്ടവൻ ഗലാത്യ ലേഖനത്തിൽ പുള്ളി പറഞ്ഞു, യഹൂദ മതത്തിൽ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾക്കറിയാമല്ലോ. മതത്തിന്റെ എരിവും മതഭ്രാന്ത് കയറിയവനാ. ആ വ്യക്തിക്ക് യേശു പ്രത്യക്ഷപ്പെട്ടപ്പം ഇങ്ങനെ എഴുതിയേക്കുന്നത്, ആ 9-ാം അധ്യായത്തിന്റെ 19 തോന്നുന്നു വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. എങ്ങനുണ്ട്? ഈ മാർഗക്കാരുടെ വീട് കയറി ഉപദ്രവിക്കുന്ന പുള്ളി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പം ആ മാർഗക്കാരുടെ വീട്ടിൽ പാർത്തു. ഇതാ പ്രത്യക്ഷപ്പെട്ടാൽ മിണ്ടുന്നില്ല. ഈ മാർഗക്കാരെ കണ്ട വീട് തോറും കയറി വലിച്ചഴച്ച് ഉപദ്രവിക്കുന്ന പുള്ളിക്ക് യേശു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മാർഗക്കാരുടെ വീട്ടിൽ പാർക്കാൻ തുടങ്ങി. ഇതാ സുവിശേഷത്തിന്റെ ശക്തി. നമ്മുടെ പവർ കൊണ്ടൊന്നും നടക്കുകയല്ല. IPC-യുടെ പവർ കൊണ്ടോ, ചർച്ച ബോർഡിന്റെ പവർ കൊണ്ടോ, അസംബ്ലീസ് ബോർഡിന്റെ പവർ കൊണ്ടൊന്നും നടക്കുകയല്ല. പൊളിറ്റിക്കൽ ചില പറയും, എനിക്ക് MLA പരിചയമുണ്ട്, MPA പരിചയമുണ്ട്, പിന്നെ പഞ്ചായത്ത് മെമ്പർ എപ്പോഴും ഞങ്ങൾ വളരെ അടുപ്പമാണ്, സെക്രട്ടേറിയറ്റ് പിടിയുണ്ടെന്ന്. പിന്നെ ഒരു ചുക്ക് നടക്കുകയല്ല. പിടിയുണ്ടെന്ന് പറഞ്ഞിങ്ങനെ നെടുക നടക്കാം. എന്നിട്ട് സ്വർഗത്തിൽ പിടിയുണ്ടോ? സ്തോത്രം. ഏത് പാർട്ടിക്കാരെ നിങ്ങൾ എടുത്തേ, അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവര് പിന്നെ ഉത്സവം നന്നാകണമെന്ന് ആനയ്ക്ക് യാതൊരു, നിങ്ങൾ പറ, ആന എന്തുവാ തപ്പുന്നത്? അവിടെ കാനും കരിമ്പിന്റെ പാട്ടയോ ഏത്തക്കൊലയോ വല്ലതും ഉണ്ടോ എന്നാ? അല്ലാതെ ഈ ഉത്സവം ഈ കൊല്ലം വൻ വിജയമായിരിക്കണം ഏതേലും ആനയ്ക്ക്, ഒരാനയ്ക്ക് താല്പര്യമില്ല. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. ഈ മാർഗക്കാരെ വീട് തോറും കയറി ഉപദ്രവിക്കുന്ന ശൗല് ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടപ്പോൾ ഈ മാർഗക്കാരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. അതാ സുവിശേഷത്തിന്റെ പവർ.
മാത്രമാണോ? ഇങ്ങനെയും കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടന്നവനാ, അല്ല കൊന്നതാ. ചെന്ന് കല്ലെറിഞ്ഞില്ലെങ്കിലും കല്ലെറിയാൻ പോകുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചവനല്ലേ, അപ്പൊ ഇവനോട് ചേർന്നാ കൊന്നേ. പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടന്നവനാ, കൊന്നവനാ. പക്ഷേ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടപ്പം വ്യത്യാസം വന്നപ്പോ അനന്യാസ് എന്ന ദൈവദാസനോട് കർത്താവ് പറഞ്ഞു, അനന്യാസി, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ വായിച്ചേ സ്മിതേ. കർത്താവ് അനന്യാസിനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അടുത്തത് അവൻ പ്രാർത്ഥിക്കുന്നെന്ന്. അങ്ങനെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടന്നവനാ. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. ഗവൺമെന്റ് സർവീസിലുള്ളവർക്കൊക്കെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. ഔദ്യോഗിക രംഗത്തിലുള്ള എല്ലാവർക്കും യേശു പ്രത്യക്ഷപ്പെടട്ടെ. ഓരോ വിഭാഗത്തിലുള്ളവർക്ക് യേശു പ്രത്യക്ഷപ്പെടട്ടെ. മന്ത്രിമാർക്ക്, MLA-മാർക്ക്, MP-മാർക്ക്, രാജ്യ ഭരണ തന്ത്രജ്ഞന്മാർക്കൊക്കെ യേശു പ്രത്യക്ഷപ്പെടട്ടെ. ദൈവത്തിന്റെ മകൻ പ്രാർത്ഥിയിര് ദൈവം പ്രവർത്തിക്കും. കർത്താവേ, ഓരോ സംസ്ഥാനത്തിലുള്ള മുഖ്യമന്ത്രിമാർക്കും ഗവർണർമാർക്കും അധികാരികൾക്കും എല്ലാം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടട്ടെ. അവിടുന്ന് പ്രത്യക്ഷപ്പെടാൻ ശക്തനാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു പ്രത്യക്ഷപ്പെടുമ്പോ കാര്യമെല്ലാം മാറും, എല്ലാം മാറും, എല്ലാത്തിനും വ്യത്യാസം വരും. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ഈ യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദ. അപ്പൊ യൂദായുടെ ലേഖനത്തിന്റെ വിശേഷത, ആരംഭ സമയത്ത് യേശുവിൽ വിശ്വസിച്ചില്ല. പക്ഷെ ഇവരുടെ സഹോദരൻ യാക്കോബിന് യേശു ക്രിസ്തു ഉയർത്ത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ യാക്കോബ് എന്ന് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, അവിടുന്ന് ദൈവമാണെന്ന് പറഞ്ഞു. എന്റെ ഭാഷ കളി മാറി. വിശ്വസിച്ചു, അംഗീകരിച്ചു, ഏറ്റെടുത്തു. ചിലപ്പോ ഏറ്റു പറഞ്ഞു കാണും, തെറ്റിപ്പോയി, ക്ഷമിക്കണം. കർത്താവിനോട് ചേർന്ന് നിന്നപ്പോ സംഭവിച്ചതാ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത മാർമികമായ പ്രധാന 2 വിഷയം യൂദായിക്ക് ദൈവം വെളിപ്പെടുത്തി. ഇന്ന് രാത്രി എന്റെ സഹപടന്മാരോടും ദൈവമക്കളോടും ഒരു കാര്യം പറയാ, മറ്റുള്ളവരെങ്ങനെയാണെന്ന് നമ്മുടെ വിഷയമല്ല. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവത്തോട് ഒട്ടു നിന്നാൽ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ചാൽ, കണ്ണടച്ച് വിശ്വസിച്ചാൽ, അനേകർക്ക് വെളിപ്പെടാത്തതും മറഞ്ഞിരിക്കുന്നതുമായ വിഷയങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ദൈവം വിശ്വസ്തനാണ്. കർത്താവിന് മഹത്വം. അപ്പൊ യൂദ വളരെ ഈടുത്ത ലേഖനമായി യൂദായുടെ ലേഖനം. ഇനി അടുത്തത് ഓർപ്പിച്ചല്ലോ, ഈ ലേഖനത്തില് ഈ 3കളുടെ ഒരു പ്രയോഗമുണ്ട്. 3 എന്നൊരു കണക്ക് സൂക്ഷിച്ചു വായിച്ചാൽ കാണാം. 3 വിഷയങ്ങൾ ഒരു കണക്കാ. വേറെ പുസ്തകത്തിലെ ഒരു കണക്കാ 3. ആ 3കളുടെ ഒരു അതിപ്രസരം ഈ ലേഖനത്തിലുണ്ട്. 1-ാം വാക്യം വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. പിതാവായ ദൈവത്തിൽ എത്ര പേരുടെ പേരാ? 3 പേര്. യേശുക്രിസ്തു, യാക്കോബ്, 3 പേര്. 3കളുടെ ഒരു കണക്കുണ്ട്, സൂക്ഷിച്ച് വായിച്ചാൽ കാണാം. അടുത്ത പദം അത് വായിച്ചതാണല്ലോ. യേശുക്രിസ്തുവിനെ പറ്റിയല്ലേ വായിച്ചു. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും അല്ലല്ല, വാക്യം മൊത്തം വായിച്ചു. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടു. അപ്പൊ കണ്ടോ, 3 പദം. സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട്. 3 പദം, 3 വ്യക്തികൾ, 3 പദം. അടുത്ത വാക്യം. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. കരുണ, സമാധാനം, സ്നേഹം. 3.
ചിലരെ ഈ ലേഖനം അത്ര കൊള്ളുകയല്ലെന്ന് ഓർത്തിരിക്കാൻ ഇന്ന് വരെ ഇത് വായിക്കാത്ത ആൾക്കാരുണ്ട്. തുടങ്ങിയപ്പോൾ യൂദ പിന്നെ ഇവന്റെ ലേഖനം ഞാൻ വായിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ ഏത് യൂദായ. അന്ന് ഇനിയും വായിക്കേ. ഇപ്പോഴല്ല, വീട്ടിൽ പോയി. ഇപ്പൊ അത് മൊത്തം ഇരുന്ന് വായിക്കരുത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. യേശുക്രിസ്തു, യാക്കോബ്, യൂദ വിളിക്കപ്പെട്ടു, സൂക്ഷിക്കപ്പെട്ടു, സ്നേഹിക്കപ്പെട്ട്, കരുണയും പിന്നെ സമാധാനവും സ്നേഹം, 3 പദങ്ങൾ. ഇനി 3 സംഭവങ്ങൾ 6, 7, 8 വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാരുടെ സംഭവം. അടുത്തത് മഹാദിവസത്തിന്റെ വിധിക്കായി. അടുത്ത വാക്യം. അതുപോലെ സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജട മോഹിച്ചു നടന്നതിനാൽ അപ്പൊ അവരെ ശിക്ഷ വിധിച്ചത്. അടുത്തത് അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും. ഇനി 5-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ 3 സംഭവം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വിശ്വസിക്കാത്തവർ പട്ടുപോയത്. 2 വാഴ്ച കാത്തുകൊള്ളാതെ പോകുന്ന ദൂതന്മാര്. 3 സൊദോമും ഗൊമോറ. 3 സംഭവങ്ങൾ. ഒരു വിഷയം തെളിയിക്കാൻ അവിടെ 3ന്റെ കണക്കാണ്. ഒരു വാക്കുകൂടെ വായിച്ചു. 3ന്റെ ഒരു കണക്ക് 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുക. അവിടെ 3 പേര്. ഒന്ന് കയ്യിന്റെ വഴി നടക്കുക. അടുത്തത് കൂലി കൊതിച്ച് ബിലയാമിന്റെ. 2 ബിലയാമിന്റെ വഞ്ചന. അടുത്തത് കോരഹിന്റെ കോരക്. അപ്പോൾ കയ്യിന് ബിലയ, കോരക്. എങ്ങനെയുണ്ട് ഈ ലേഖനം? എന്തുവാ ഒരു സങ്കടം പോലെ ലേഖനം കൊള്ളുകയല്ലേ? നല്ല ലേഖനമാണ്. ഇതുപോലെ ഈടുറ്റൊരു ലേഖനം. 3 വ്യക്തികളെ ഇവിടെ പരിചയപ്പെടുത്തുക. കോരക്, ബിലയാമ്, കയ്യീൻ. 3 നല്ല ഏറ്റ പുള്ളിക്കാരാ. പിന്നെ ഞാൻ പറയാം. ഇനി ഒരു 3 കൂടെ തരാം, സമയം പോകുന്നല്ലോ. മോളെ 19-ാം വാക്യം വായിച്ചേ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാര്, ആത്മാവില്ലാത്തവർ. മതി, അവിടെ ഒരു 3. ഭിന്നതയുണ്ടാക്കുന്നവര്, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ഈ 3 ടൈപ്പ് സഭയ്ക്കകത്തുണ്ട്. അത് ഞാൻ ഒക്കുന്നേ പിന്നെ പറയാം, എഴുന്നേറ്റ് പോകരുതെന്നേ ഉള്ളൂ. 3 ടൈപ്പ് സ്ഥാപനങ്ങൾ. അപ്പൊ ഈ ലേഖനം 25 വാക്യമേ ഉള്ളൂ എന്നോർത്ത് തള്ളിക്കളയരുത്, ശ്രദ്ധിക്കാതിരിക്കരുത്. വളരെ ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഭയങ്കര ലേഖനമാണ്. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ അതിനൊരു കാരണമുണ്ട്. നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. നിത്യത വായിച്ചേ. 24, 25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം 2 പദം എടുത്തു പറയണം. സർവകാലത്തിനു മുമ്പും സദാകാലവും 2 പദങ്ങളാ. ഇത് മൂലാർത്ഥത്തിൽ പഠിക്കുമ്പോൾ നിത്യത എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. മറ്റ് ലേഖനങ്ങളിലൊക്കെ നിത്യത എന്ന പദം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാ. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാനുള്ളതിന്റെ ഒരു കാരണം നിത്യത എന്ന പദമേ ഉള്ളൊരു യൂദയുടെ ലേഖനം. ആ നിത്യത എന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്.
21, 22 അധ്യായം നമ്മുടെ വിഷയമല്ല, എങ്കിലും തൊട്ടുപോകാ. നിത്യതയിൽ എന്തൊക്കെയുണ്ട്? എന്തുവാ നിത്യത? എങ്ങനാ നിത്യത? നിത്യതയിൽ ആര് പോകും? ആര് നിത്യതയിൽ പ്രവേശിക്കും? നിത്യത എത്ര കാലത്തോളമുണ്ട്? എന്തുവായി നിത്യതയുടെ വിശേഷതകൾ? ഇതൊക്കെ അല്പമായി കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിന്റെ തൊട്ടുപുറകിൽ ഈ പുസ്തകം കൊടുക്കാൻ കാര്യം നിത്യത എന്ന പദമേ ഉള്ളൂ. ആ പദം പറഞ്ഞ് പ്രത്യാശയിലേക്ക് നടത്തിയേച്ച് അധികം താമസിക്കാതെ ഞാനും നിങ്ങളും നിത്യതയിൽ പ്രവേശിക്കും. ഈ നിത്യതയിൽ പ്രവേശിക്കാന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അല്ല. ഇന്ന് പെന്തിക്കോസുകാർ വരെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊടുക്കുന്നത്, ഇവിടുത്തെ അറിയത്തില്ല, അവിടെയൊക്കെ കൊടുക്കുന്നത് പാപ്പച്ചൻ നിത്യതയിൽ. ഇതുപോലെ ഈ വിഡിത്തം ഈ നമ്മുടെ പാപ്പച്ചാന്റെ കാര്യമല്ല. പാപ്പച്ചാൻ ഇപ്പോഴൊന്നും നിത്യതയിൽ പോകത്തില്ല, ഇപ്പൊ പോവുകയും വേണ്ട. അവിടെ അമ്മച്ചിക്ക് 97 ഉണ്ട് അല്ലേ? അമ്മച്ചി പോയി ഒരു 10-30 കൊല്ലം കൂടെ കഴിഞ്ഞ് വെച്ച് പോയാൽ മതി. കർത്താവ് വരാൻ താമസിച്ച ഇപ്പൊ പോണോ? പാപ്പച്ചൻ ഇപ്പൊ പോണോ? പിന്നെ രണ്ടുപേരോടെ പറഞ്ഞ ദൈവത്തിന് മകൾ ദൈവം ദീർഘായുസ്സ് വരട്ടെ. കർത്താവ് വരാൻ താമസിച്ചിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യത എന്ന പദമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുവാണെന്ന് അല്പം കൂടെ വിസ്തരിച്ചത് വെളിപ്പാട് പുസ്തകത്തല്ല. നിത്യമായോ വാസസ്ഥലം നമുക്കുണ്ടു സ്വർഗത്തിൽ. പേടിച്ച് പാടാത്തതാണോ? പാട്ടറിയാൻ മേലാഞ്ഞിട്ടാണോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, തനിക്ക് വേറൊരു പാട്ടും കണ്ടില്ലല്ലേ പാടാൻ? പിന്നെ പാട നിത്യമായോർ വാസസ്ഥലം നമുക്കു സ്വർഗത്തിൽ നിത്യമായോ ദൈവത്തിനും അവിടെ സ്റ്റേജിൽ തിൽ എന്നൊരു ശബ്ദമേ കേട്ടുള്ളൂ. എന്തോ തില്ലാണ്. എന്നാലും പേടിച്ച് പാടാഞ്ഞാണോ? പേടിച്ച് പേടി കൊണ്ടാണോ? തിൽ എന്ന് ഞാൻ കേട്ടു. എന്തോ ആണ് ബീനാകള്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ഈ കേരളത്തിൽ വന്ന് മലയാള ഭാഷ പഠിച്ച് ഈടുറ്റ ഗാനങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. ചിലർക്ക് ഇതിന്റെ ട്യൂണ് കേൾക്കുമ്പോ മെപ്രാളവാ, ഇല്ലേ? മെപ്രാളവാ. അത് അറിയാത്തത് കൊണ്ടാ. ഒരു കാര്യം ഒന്ന് പറയട്ടെ. ആലുവ UC കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പഠിച്ച കുറച്ച് സ്റ്റുഡൻസ് ഈ പാട്ട് പാടിയപ്പോൾ അവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, സാഹിബായിരുന്നു, ബ്രിട്ടീഷുകാരന്. അദ്ദേഹം ഇവര് മലയാളത്തിൽ ഇതിങ്ങനെ പാടിയപ്പോ സാഹിബ് ഇത് കേട്ടേച്ച് വന്ന് പറഞ്ഞു, നല്ല ട്യൂണാന്ന് പറഞ്ഞു. നമ്മൾ വെപ്രാണം പിടിക്കുമ്പോഴാ ഇത് ഈ ട്യൂണ് കേൾക്കുമ്പോ. സാഹിബ് ഈ ട്യൂണ് കേട്ട് സന്തോഷിച്ചിട്ട് പറഞ്ഞു, അവരുടെ നാട്ടിലെ ഈ നവദമ്പതികള് കല്യാണം കഴിഞ്ഞേച്ച് ഈ പൂന്തോട്ടത്തിൽ കൂടെ നടക്കുമ്പം ആ പൂന്തോട്ടത്തിൽ കൂടെ സന്തോഷിച്ച് അവര് കൈക്ക് പിടിച്ച് ഉലാർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുന്ന ട്യൂണായത്. ഏതാ ആ ട്യൂൺ? ഒന്ന് ഇട്ടേ മോനെ, ട്യൂണ് മാത്രം ഒന്ന് കേക്കട്ടെ. നല്ല ട്യൂണാ. മുഖമെല്ലാം വല്ലാതിരിക്കുന്ന ട്യൂണ് കേട്ടാ. എനിക്കറിയാം, ഞാൻ കണ്ടു. ഇത് അവര് നവദമ്പതികളെ ഈ നടക്കുമ്പോഴേ പൂന്തോട്ടത്തിൽ കൂടെ പോകുമ്പം കൊടുക്കുന്ന ട്യൂണാ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതല്ലേ, വളരെ ആനന്ദകരമായ ഒരു അന്തരീക്ഷം, അതിന് കൊടുക്കുന്ന ട്യൂണാ. നമ്മൾ ഈ ട്യൂൺ എപ്പോഴാ കേൾക്കുന്നേ? മോർച്ചറിയിൽ നിന്ന് എടുക്കുമ്പം
ഇവിടുത്തെ ഒന്നും അറിയത്തില്ല. തിരുവല്ലായിലെ മിക്കപ്പോഴും രാവിലെ പുഷ്പഗിരിയുടെ സൈഡിലായി ഈ തൂണ് കയറ്റുന്നത്. മോർച്ചറിയിൽ നിന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ നരണൻ രാജനോ നമ്മുടെ പത്തനാപുരത്തെ ജോസോ ഉണ്ട്, ഇല്ല ഇവരൊക്കെ ഉണ്ട്. ഇവര് അന്നേരം ഈ തൂണായിടുന്നത്. അന്നേരം നെഞ്ചിനകത്തൊരു തീയ. ഇന്ന് ഞാൻ നല്ല ട്യൂണ ആട്ടെ, നമുക്ക് ആ വിഷയം വിടാം. അപ്പോൾ നേഗൽ സാഹിബിനാൽ എഴുതിയ പാട്ടാ ഈ പാട്ട്. നല്ല പാട്ടാ, ദൈവത്തിന്റെ മഹത്വം, നല്ല ട്യൂണാ. അപ്പൊ ഇത് പാടുമ്പം എന്റെ അഭിപ്രായമാണ് കേട്ടോ, സന്തോഷത്തോടെ പാടണം. പക്ഷെ ഞാൻ മിക്കവരെയും ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് സങ്കടത്തോടാ പാടുന്നത്. കേട്ടിട്ടില്ലേ? നിങ്ങൾ പാടണ്ട, ഞാൻ കാണിക്കാം. ചെല്ല് പാടുന്നത്. നിത്യമാസ എനിക്ക് വലിയ പ്രശ്നത്തിനകത്ത് എന്ന് പെട്ടതുപോലെ. ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ പാടുന്നു. പാപ്പച്ചൻ കാട്ടില്ലേ ലിയോ? ആ കണ്ടിരിക്കണ നിത്യമാസ അങ്ങ് സങ്കടവും മനോവേദന. ഇത് സന്തോഷത്തോടെ പാടണം. അങ്ങനത്തെ ട്യൂണും അല്ല, അതിനകത്തെ ആശയം അങ്ങനല്ലേ? നിത്യമായോർ വാസസ്ഥലം നമുക്കുണ്ട്, അത് സങ്കടത്തോടാന്നോ? ഇനി അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പാടിക്ക്, നോക്കട്ട് ഒക്കുന്നുണ്ടോന്ന്. നിത്യമായോർ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ, നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. സങ്കടത്തോടെ പാടും. ഞാൻ കണ്ടു. എന്തോ ഇത്ര സങ്കടം. പിന്നെ ചിരിച്ച് സന്തോഷത്തോടെ പാട്. ഞാൻ കണ്ടു. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, കള്ളം പറയരുത്. പ്രത്യാശയോടെ പാടണം. അതാ നല്ല ചൂണാണ്. ഒന്നുകൂടെ നോക്കട്ടെ. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്ത്, ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപാറു ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപാറു. അപ്പൊ ശ്രദ്ധിക്കുക. എന്നാലും ഒരു ചെറിയ സങ്കടത്തോടാ ചിലര് പാടുന്നത്. അത് വർഷങ്ങളായിട്ട് ശീലിച്ചതല്ലേ, അതങ്ങനെ വന്നു പോകും. വലിയ ബുദ്ധിമുട്ടാ, മാറ്റിയെടുക്കാം. കുറച്ച് പരിശ്രമമുണ്ട്. ഇന്നിപ്പോ അതിനുള്ള സമയമല്ലല്ലോ. എന്തായാലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. ആ നിത്യത എന്തുവാന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അതാ ഇതിന്റെ പുറകിൽ കൊണ്ട് കൊടുത്തത്. ഇനി ഓടിച്ചു പോകാം. സമയം എന്തുവായി? 8 ആയോ? 8:30 പറയണേ. ഇങ്ങനെ എന്നാ ഞാൻ വിളിക്കുന്നിടം വരെ നിന്ന് പ്രസംഗിക്കും. ചിലപ്പോ ആരെങ്കിലും 2 പേര് ഇരുന്നെന്നും വരും. അപ്പൊ അതുകൊണ്ട് സമയമൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, പെട്ടെന്ന് നിർത്തും. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ആഴമേറിയ ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, യൂദയുടെ മനോഭാവം ഈ ലേഖനത്തിനകത്തുണ്ട്. യൂദയുടെ മനോഭാവം, നമ്മുടെയൊക്കെ മനോഭാവം ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞല്ലോ, അറിയുന്നൊരു ദൈവമുണ്ട്. ഈ സംസാരവും ഇടപാടും സമീപനവും ഒക്കെ കാണുമ്പോൾ അറിയാം മനോഭാവം എന്താണ്. ഇല്ലേ? അറിയാം. പിന്നെ സംസാരം കേൾക്കുമ്പോൾ അറിയാം മനോഭാവം, ഇടപെടുന്ന കാണുമ്പോൾ അറിയാം മനോഭാവം. ചില ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നേ, വാ കഴിക്കാം. അപ്പൊ ആ വിളി കേൾക്കുമ്പോൾ നമുക്കറിയാം വലിയ തൃപ്തിയൊന്നും എന്നാ ചില പറഞ്ഞു. അത് വേറൊരു മനോഭാവം. വാ, എത്ര നേരമായി, വാ, സമയം വാ, ഇല്ലേ? ചെല്ലോ, വാ, ഇല്ലേ? കാപ്പി കുടിച്ചായിരിക്കും, ഇല്ലയോ? അതൊരു മനോഭാവം. കുടിച്ചിട്ടാണല്ലോ വന്നതല്ലയോ? വേറെ രീതിയാണ്. കാപ്പി വേണ്ടായിരിക്കും, ഇല്ലയോ? കാപ്പി കുടിക്കത്തില്ലായിരിക്കും, ഇല്ലയോ? ഇതെല്ലാം ഓരോ മനോഭാവങ്ങളാണ്. സംസാരത്തിൽ അറിയാം. അപ്പൊ യൂദയുടെ മനോഭാവം ആ വാക്യത്തിലുണ്ട്. 1-ാം വാക്യത്തിലുണ്ട്. ഒന്ന് വായിച്ചേ മോളെ.
എല്ലാം പറയാൻ നേരം യേശുക്രിസ്തുവിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ ദാസനും ആ ആ. യാക്കോബിന്റെ സഹോദരനുമായ യൂദ. ഇങ്ങോട്ട് നോക്കിക്കേ, തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ തന്റെ മനോഭാവം യേശുക്രിസ്തുവിന്റെ ദാസൻ. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ആരാ? സഹോദരനാ. പക്ഷെ മനോഭാവം കണ്ടോ? യേശുക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്നുള്ളത് അവിടെ സെർവന്റ് എന്നല്ല, അടിമ എന്നുള്ള പ്രയോഗമാണ്. അടിമയാണ്. ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയാണ്. പ്രിയരെ, ഞാനോ നിങ്ങളോ ഈ ലേഖനം എഴുതുന്നെങ്കിൽ നമ്മളെ എങ്ങനെ ആയിരിക്കും പരിചയപ്പെടുത്തുന്നേ? സത്യം പറ. അത് ചില കടുകൈ ആയിപ്പോയി. ദൈവത്തിന് മഹത്വം. എന്തിനാ നിങ്ങളെ പറയുന്നത്? ഞാൻ എന്റെ കാര്യം പറയാം. ഞാനായി ലേഖനം എഴുതുന്നെങ്കിൽ ഇങ്ങനെ എഴുതും: യേശുക്രിസ്തുവിന്റെ സഹോദരനായ യൂദ. ശരിയാ ഓൺ ബ്രദർ, നിങ്ങൾ അങ്ങനെ എഴുതുകയുള്ളൂ. ഞാനാന്ന് എങ്ങനെ എഴുതുന്നെന്ന് അറിയാമോ? എന്റെ മനോഭാവം അത് പറയുന്നതിനെന്നാ ഞാൻ ഇങ്ങനെ എഴുതുകയുള്ളൂ. ദൈവത്തിന്റെ അനിയനായ യൂദ. കുറച്ചുകൂടെ നല്ലതല്ലേ? കാരണം യേശുക്രിസ്തു ആരാ? ദൈവമാണ്. പൗലോസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ: മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യം പെട്ടെന്ന് വായിച്ചേ. സ്മിതേ, പെട്ടെന്ന് വായിച്ചോ. യേശുക്രിസ്തു ആരാണ് നമ്മുടെ വളരെ സ്പഷ്ടമായിട്ട് പൗലോസ് തെളിയിച്ചു. വായിച്ചേ തീത്തോസ്, പെട്ടെന്ന് വായിര്. തീത്തോസിനെ കാണുന്നില്ലേ? വായിര്. തീത്തോസിനെ കാണാഞ്ഞിട്ടെന്നാ വാക്യം. അങ്ങനെ വാക്യം 2:11 വായിച്ചേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. മതി. യേശുക്രിസ്തു ആരാ? മഹാദൈവമാ. സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, ഒരേ ഒരു ദൈവം, സാക്ഷാൽ ദൈവം, നസറേയനാകുന്ന യേശുക്രിസ്തു. ഇന്നും ആ ദൈവം ജീവിക്കുന്നു. യേശുക്രിസ്തു ഏകദൈവം. മനസ്സിലായോ? അപ്പൊ യൂദായുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സൂച ഇങ്ങനെ എഴുതും: ദൈവത്തിന്റെ അനിയനായ. തെറ്റില്ലല്ലോ. സഹോദരൻ യൂദ എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ക്രെഡിറ്റ് ഏതാണ്? ദൈവത്തിന്റെ. നമുക്ക് അവസരം കിട്ടാഞ്ഞിട്ടാ ഇതിനപ്പുറം നമ്മൾ എഴുതി പിടിപ്പിക്കും. ഓരോരുത്തരുടെ എഴുത്ത് കണ്ടാ നമ്മൾ അന്തം വിട്ടുപോകും. എഴുത്ത് നല്ലതാ, എഴുതണം. നല്ലതേ എഴുതാവൂ. കേൾക്കുന്നവർക്ക് ആത്മീക വർധന. ഇവിടെ എഴുതിയിരിക്കുക തന്നെ പരിചയപ്പെടുന്ന മനോഭാവം യേശുക്രിസ്തുവിന്റെ ദാസൻ. ആ മനോഭാവം അത്ര നല്ലതാ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിടാം. എനിക്ക് നിങ്ങൾ ഇങ്ങനെ ശാന്തമായിട്ട് പലരിയ്ക്കുന്നെങ്കിലും ചിലർ നന്നായിട്ട് വചനം ഗ്രഹിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കറിയാം ചിലര് നന്നായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് മുഖഭാവം കാണുമ്പോൾ അറിയാം. കണ്ടമാനം ഇളകിയില്ലെങ്കിലും ഇത് കാണുമ്പോൾ അറിയാം. എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ധാരാളം കാര്യങ്ങൾ പ്രകാശിക്കുന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയും ഇതെല്ലാം പ്രകാശിക്കുന്നതെല്ലാം പറഞ്ഞേച്ച ഇയാൾ ഇന്ന് രാത്രി ഇവിടുന്ന്. അങ്ങനൊന്നുമില്ല, സമയത്ത് നിർത്താം. പക്ഷെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ടോ? ആട്ടെ, എനിക്ക് സന്തോഷമാണ്. ചിലത് ഗ്രഹിക്കുന്നുണ്ട്. മോക്ക് സന്തോഷമില്ലയോ? ഫോണുമായിട്ട് പോകുന്നേ. സന്തോഷം കൂടിയത് കൊണ്ട് പോവുമായിരിക്കും. പോയിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, തന്റെ മനോഭാവം ഒന്ന്, ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയാ, ദാസൻ, അടിമ. രണ്ടാമത്തെ മനോഭാവം തെളിഞ്ഞത് മോളെ ആ 3-ാമത്തെ വാക്യം വായിച്ചേ. 3-ാം വാക്യം. പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച്. മതി. മനോഭാവം കണ്ടോ? പ്രിയരെ നമുക്ക്
പൊതുവിലുള്ള രക്ഷ പൊതുവിലുള്ള രക്ഷ മതി എന്ന് പറഞ്ഞാൽ ഞാനും യേശുക്രിസ്തുവും ചേട്ടനും അനിയനുമാണ്. പിന്നെ എന്റെ വേറൊരു ബ്രദറാ യാക്കോബ്, വേറൊരു ബ്രദറാ ശിമോച്ചൻ. ഞങ്ങളെല്ലാം ഒരു കുടുംബക്കാരാ. ഞങ്ങൾക്ക് കുടുംബക്കാർക്കെല്ലാം കൂടെ ഒരു പ്രത്യേക രക്ഷയും, കുടുംബത്തിലല്ലാത്ത, കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കെല്ലാം കൂടെ ഒരു രക്ഷ എന്നല്ല പറഞ്ഞത്. ഈ കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും ഈ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും കൂടെ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, പൊതുവിലുള്ള രക്ഷ. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം. എന്തോ 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 തന്റെ സ്വഭാവ വൈശിഷ്ട്യം, മനോഗുണം ഒന്ന് നോക്കിക്കേ. നമ്മളാന്നേലോ ഞങ്ങള് കുടുംബക്കാരാ, ഞങ്ങൾക്ക് നേരെ പാസ്പോർട്ട് ഉണ്ട്. ഇപ്പോഴും അങ്ങനെ പറയല്ലേ, ഞങ്ങള് തോമാസ് ലീഗ വന്നപ്പം ഇതിനകത്ത് കയറിയതാ. നിങ്ങളോ? അവര് മറ്റേതാ. എന്നോട് പറഞ്ഞതല്ലേ ഒരാളെ പറ്റി. ഞാൻ ചോദിച്ചു, അവര് നിങ്ങളുടെ കൂടല്ല. നമ്മുടെ കൂടെ. ഈ മനോഭാവം മാറാതെ ഒരെണ്ണം രക്ഷപ്പെടുകയല്ല. ഈ മനോഭാവം ഞാൻ പറയുന്ന അമ്മാമയ്ക്കെങ്കിലും മനസ്സിലാകുന്നില്ലേ? ഇവർക്കോ ഒന്നും പിടികിട്ടുന്നില്ലെന്നാ പിടികിട്ടുന്നില്ലേ? നമ്മുടെ ഈ മനോഭാവം മാറണം. ഒന്നാം പ്രതി ഞാനാ. ഈ മനോഭാവം വെച്ചോണ്ട് ട്രാക്ട് അടിക്കുന്നു, പരസ്യയോഗം നടത്തുന്നു. ഇന്നലെ പറഞ്ഞ പോലെ കന്യാകുമാരിയുടെ മുനമ്പ് മുതൽ വിവേകാനന്ദ പാറ മുതൽ കാസർഗോഡ് ഉപ്പള വരെ ലഘുലേഖ പരസ്യയോഗം. മനോഭാവം എന്നാ? മനോഭാവം എന്നാ? ഒരു സെന്റർ, ഡിസ്ട്രിക്ട്, ഏരിയ, സെക്ഷൻ ഏരിയക്ക് സെക്ഷനാ. ചത്തോക്കോട്ടുകാർക്ക് ഡിസ്ട്രിക്റ്റാ, പിന്നെ IPCക്കാർക്ക് സെന്ററാ. ഒക്കെ നല്ല കാര്യം. ഈ സെന്ററിലും സെക്ഷനിലും ഡിസ്ട്രിക്റ്റിലും ഒക്കെ ഇരിക്കുന്നവരുടെ മനോഭാവം നല്ലതാകണമെന്നാ ഞാനീ പറഞ്ഞേ. മിണ്ടുന്നില്ല. പണ്ട് രണ്ടുപേര് വഴക്കുണ്ടാക്കി, ഡിസ്ട്രിക്ട് നമ്മൾ വഴക്കുണ്ടാക്കി. ഈ ഡിസ്ട്രിക്റ്റിൽ കയറി അവൻ പ്രവർത്തിച്ചെന്ന്. അവസാനം കേസായി, കോടതി ചെന്നു. അമ്പലപ്പുഴ കോടതിയിൽ ചോദിച്ചു, എന്നാ വിഷയം എന്നാണ് കോടതിയിൽ? അപ്പം പറഞ്ഞു, സാറേ എന്റെ ഡിസ്ട്രിക്റ്റിൽ കയറി അവൻ പ്രവർത്തിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു, ഏത് ഡിസ്ട്രിക്റ്റാ? പറഞ്ഞു, ഞാന് കായംകുളം ഡിസ്ട്രിക്ട്. പുള്ളി പറഞ്ഞു, അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ഇല്ലല്ലോ. അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ഇല്ലല്ലോ. കേരളത്തിൽ 14 ജില്ലകളേ ഉള്ളൂ. അതിലൊന്ന് ആലപ്പുഴ. ആലപ്പുഴയുടെ ഒരു താലൂക്ക് അമ്പലപ്പുഴ. നിന്നോട് ആര് പറഞ്ഞു ഗവൺമെന്റ് അറിയാതെ ഡിസ്ട്രിക്ട് ഉണ്ടാക്കാൻ? അതിന് പ്രത്യേക കേസ്, അതിന് പ്രത്യേക കേസ്. വെട്ടിനകത്ത് വീണില്ലേ? നോർത്ത് സെന്റർ, സൗത്ത് വഴക്കുണ്ടാക്കി. ചോദിച്ചു, സെന്റർ അത് KK റോഡിന് അപ്പുറം സെന്റർ. നിന്നോട് ആര് പറഞ്ഞു അതാ സെന്റർ എന്ന്? സെന്റർ ഇതാന്ന് ആര് പറഞ്ഞു? അത് KK റോഡല്ലേ, കോട്ടയം കുമളി റോഡ്. നിന്നോട് ആര് പറഞ്ഞു ഇതിന് അപ്പുറം ഇപ്പുറം സെന്റർ ഉണ്ടാക്കാൻ? ഗവൺമെന്റ് അറിയാതെ. പ്രത്യേക കേസ്. മനസ്സിലായി കാണും. അത്രയൊക്കെ മനസ്സിലായാൽ മതി. നമ്മുടെ ഈ മനോഭാവമൊക്കെ ഒന്ന് മാറണം. ഞാൻ എന്നെയാ പ്രതിയാക്കുന്ന, നിങ്ങളെ ഒന്നുമല്ല. യൂദായുടെ ആ എഴുത്തിന്റെ വിശേഷത, കുടുംബക്കാരാകുന്ന ഞങ്ങൾക്കെല്ലാം കൂടെ ഒരു പ്രത്യേക രക്ഷയും, കുടുംബത്തിൽ പറക്കാത്ത, കുടുംബത്തിൽ അല്ലാത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷ. അങ്ങനല്ല പ്രിയരെ, നമുക്കെല്ലാവർക്കും കൂടെ ഒരൊറ്റ രക്ഷ. അത് പൊതുവിലുള്ള രക്ഷ, അത് യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. യൂദായുടെ മനോഭാവം എന്ത് നല്ല മനോഭാവമാണ്. ഞാന് ഇങ്ങനെ പ്രസംഗിച്ചാൽ ഈ ലേഖനത്തെ പറ്റി തന്നെ പറയാൻ ഒത്തിരി ഉണ്ട്. നിങ്ങൾ ചിലര് കേട്ടിരിക്കുകയും ചെയ്യും, എനിക്കറിയാം. എന്നാൽ എടുത്ത വാക്യത്തോടൊരു കൂറ് പുലർത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും, കുഴപ്പമില്ലായിരുന്നു, തരക്കേടില്ല. എന്നാലും പുള്ളി വായിച്ച വാക്യത്തെ സംബന്ധിച്ചൊന്നും
അപ്പൊ ഒരാൾ പറയും പുള്ളിയുടെ തൊഴില അതും പറയും. അപ്പം അതിന് ഒരു വ്യത്യാസം വരട്ടെ ഓർത്ത് എടുത്ത വാക്യത്തോടൊന്ന് കൂടെ പുലർത്താൻ വായിച്ചേ 14ഉം 15ഉം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപഗതിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഓടിച്ചു പറയാം, യൂദ എഴുതിയിരിക്കുന്നത് ഹാനോക്ക് പ്രവചിച്ചെന്നാണ്. ഈ ഹാനോക്ക് ഏത് ഹാനോക്ക്? അവിടെ എങ്ങനെ എഴുതിയേക്കുന്നേ? ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും. ഏഴാമനായ ഹാനോക്ക് അവനെ അങ്ങനെ പറഞ്ഞേക്കുന്നേ? ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. എന്താ അങ്ങനെ? വേറെ ഹാനോക്ക് പലതുണ്ട്. എത്ര ഹാനോക്കുണ്ട്? എത്രയിലും ഉണ്ടാകട്ടെ, സമയം പോകുന്നു. പെട്ടെന്ന് പ്രസംഗം നിർത്തിയേച്ച് ഹാനോക്ക് എത്ര ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നതിൽ നല്ലത്. ഏഴാമനായ ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ഇത് ആദാമിൽ തുടങ്ങി 7ാം തലമുറക്കാരൻ ഹാനോക്ക്. ആദാം, ശേത്ത്, ഏനോശ്, കേന, മഹലൽ, യാരദ്, ഹാനോക്ക്. 7ാമൻ ഹാനോക്ക്. ഇനി വേറൊരു ഹാനോക്കുണ്ട്. അത് മറ്റാരുമല്ല, ഉൽപ്പത്തി പുസ്തകം 4ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചേ. 4ന്റെ 16 മുതൽ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധി പുറപ്പെട്ട് ഏതിന് കിടക്കുന്ന ഓടുദേശത്ത് എന്ന് പാർത്തു. കയ്യിൽ തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. 6 പിള്ളേരിൽ 4ാമത്തവൻ മിദ്യാൻ. ആ മിദ്യാന് 4 പിള്ളേരുണ്ടായതിൽ 3ാമൻ ഒരു ഹാനോക്കുണ്ട്. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 25ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. അബ്രഹാമിന് വേറൊരു ഭാര്യ കദൂറ. അടുത്ത അവൻ സിമ്രാൻ. അവനെന്നാന്നോ അവളെന്നാന്നോ? അവൾ സിമ്രാൻ, യൊക്ശാൻ, മെദാൻ, മിദ്യാൻ. 4ാമത്തവൻ മിദ്യാൻ. പിന്നെ 2 കൂടെ ഉണ്ട്, ഇഷ്ബാബ്, ശൂവഹ്. 6 പിള്ളേര്. 6 പിള്ളേര് 4ാമത്തവൻ മിദ്യാൻ. മിദ്യാന് 4 പിള്ളേരുണ്ടായതിൽ 3ാമത്തവൻ ഹാനോക്ക്. അടുത്ത വാക്യം മിദ്യാന്റെ പുത്രന്മാർ. വായിക്കേ. ഓ എന്റെ കൊച്ചെ വായിക്കും. മിദ്യാന്റെ പുത്രന്മാർ. അതിന് ആ പിള്ളേരോട് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. 3ാമത്തവൻ ഹാനോക്ക്. കണ്ടോ ഇപ്പൊ എത്ര ഹാനോക്കായി? ഓ എത്രയായി മാമേ? 3 മതിയോ? ചെല്ലു പറയാ, ചുമ്മാ ഇരിക്കല്ലോ, ഒന്നുകൂടെ തരാൻ. ഒരെണ്ണം കൂടെ തരാം, വെറുതെ ഇരിക്കല്ലേ എല്ലാരും. ഈ അബ്രഹാമിന്റെ മകനായി, ഇസഹാക്കിന്റെ മകനായി യാക്കോബിന്റെ 12 മക്കളിൽ മൂത്തവനാണ് രൂബേൻ. ആ രൂബേന്റെ ആദ്യത്തെ ചെറുക്കന്റെ പേര് ഹാനോക്ക് എന്നാണ്. വായിച്ചേ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. പെട്ടെന്ന് വായില്ലേ. ഗോമേർ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചാൽ ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും ഇവിടെ രൂബേന്റെ പുത്രന്മാരെന്ന് വാക്യം വായിച്ച. രൂബേന്റെ പുത്രന്മാർ അവൻ 3-ാം വാക്യമായി. ആദ്യജാതൻ, ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്. മതി, ഹാനോക്ക്. ഇപ്പൊ എത്ര എണ്ണമായി? 4 പോരെ? ഈ ഇരിപ്പിന് 4 എണ്ണം മതി. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ ഇതെല്ലാം തപ്പിയെടുക്കുന്നത്.
ഒരു സ്തോത്രം പോലും പറയാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം പിന്നെ 4 മതി, ബാക്കി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ഇല്ലേ രാത്രി പോയി തപ്പിയെടുക്കും. ഒരു സ്തോത്രം പറയാട്ടോ, ഒന്ന് സഹകരിക്കുകയാട്ടോ, പലരും ചെയ്യുന്നതിന് ഇങ്ങനെ ഇരിക്കുക, അത് മതി. അപ്പോൾ ഈ 3 ഹാനോക്കിനെ പറ്റി വേദപുസ്തകത്തിൽ പരാമർശമുള്ളത് കൊണ്ടാ യൂദ എടുത്തു പറഞ്ഞിരിക്കുന്നത് 7-മനായ ഹാനോക്ക്. ഈ 7-മൻ ഹാനോക്ക് എന്ന് എടുത്തു പറയാൻ കാര്യം, ഈ ഹാനോക്ക് ജീവിക്കുന്ന കാലത്ത് തന്നെ വേറൊരു 7-മനുണ്ട്. അവന്റെ പേര് ലാമേക്ക്. 2 ഓരോ കാലയളവില്ല. 7-മൻ ലാമേക്ക്. അവൻ കയീന്റെ സന്തതി പരമ്പരയാ. വായിച്ചേ, 4:16 മുതൽ ഓടിച്ചു വായിച്ചു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോറ് ദേശത്ത് കണ്ട് പാർത്തു. കയ്യും തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് തന്റെ മകനാകുന്ന ഹാനോക്കിന്റെ പേര് കൊടുത്തു. അടുത്ത വാക്യം, ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ. എങ്ങനെയാ വായിച്ചു? അവൻ പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന് പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. പിന്നെ ഈരാദ് മെഹൂയയേലിനെ ജനിപ്പിച്ചു. പിന്നെ മെഹൂയയേൽ മെഥൂശലേഖിനെ ജനിപ്പിച്ചു. മെഥൂശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. അപ്പൊ എത്രയായി? ലാമേക്കായപ്പോ എത്രയായി? സ്മിത എണ്ണിയോ? വായിച്ചെന്നേ ഉള്ളു. എണ്ണ ഞാൻ ഇവിടെ ഇരിക്കാം. എണ്ണ എത്രയായി? നേരം വെറുതെ വായിക്കല്ലോ, വായിന്റെ കാല് കഴിക്കുന്നു. വായിക്കുന്നു. എത്രയായി? ഹാനോക്ക് തന്റെ മകന് പേരിട്ടു. പേരൊക്കെ പിന്നെ നമുക്ക് പേരിടാനാണോ ധൃതി? എത്ര തലമുറയായെന്നെ? 5 എണ്ണി തീർന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എണ്ണ ജനിപ്പിച്ചോട്ടെ. ഇനി ഞാൻ തടസ്സം വല്ലുവാണ്. എണ്ണം പറയാനാ പറഞ്ഞേ. 7. ഞാൻ എടുക്കാൻ. അപ്പൊ ഇത് 7-മനാകുന്ന ലാമേക്ക്. ആദാമിന്റെ വംശം 2 നിലയില്ല. ഒന്ന് കയീന്റെ വംശം, 2 ശേത്തിന്റെ വംശം. കയീൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആദമിന് ഒരു മകൻ ജനിച്ചു, ശേത്ത്. കയീൻ കൊന്ന ഹാബേലിന്റെ പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആ 5-ാം അധ്യായത്തിന്റെ മുകളില് ഒരു കന്യകയുണ്ട്. ആ കന്യക വായിച്ചേ. ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അടുത്ത വാക്യം, ആദാമിന്റെ വംശപാരമ്പര്യമായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യം. 5-ന്റെ നേരെ മേളിലൊരു കണ്ണികയുണ്ടല്ലോ. ആദാം തന്റെ ഭാര്യയെ അടുത്ത വാക്യം, അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന്റെ പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവന് ശേത്തിന് പേരിട്ടു. ശേത്തിന് ഒരു മകൻ ജനിച്ചു, ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇത് ശേത്തിന്റെ വംശമാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് പെട്ടെന്ന് പറയാം. 2 വംശം, ഗുണപ്പെട്ട വംശവും ഗുണപ്പെടാത്തത്. ഗുണപ്പെട്ടതാണ് 7-മൻ ഹാനോക്ക്, ഗുണപ്പെടാത്തതാണ് 7-മൻ ലാമേക്ക്. ഗുണപ്പെട്ടതും ഗുണപ്പെടാത്തതും. ഗുണപ്പെട്ടത് ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹല്, യാരദ്, ഹാനോക്ക്. 7-മൻ. ഗുണപ്പെട്ട 7-മൻ ഹാനോക്ക്. ഗുണപ്പെടാത്ത 7-ാം തലമുറ ആദാം, കയീൻ, ഹാനോക്ക്, ഈരാദ്, മഹൂയയേൽ, മധൂശയേൽ, ലാമേക്ക്. 7. ഇത് ഗുണപ്പെടാത്തത്. എല്ലാം പറയാൻ നേരമില്ല. ഗുണപ്പെടാത്ത 7-മൻ ലാമേക്ക്, ഗുണപ്പെട്ട 7-മൻ ഹാനോക്ക്. നമ്മുടെ ഭാഷയാ ഗുണപ്പെട്ടതെന്നൊക്കെ, പെന്തിക്കോസ് ഭാഷയാ. അപ്പൊ ഗുണപ്പെടാത്ത 7-മൻ ലാമേക്കും ഗുണപ്പെട്ട 7-മൻ ഹാനോക്ക്. നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലായിടത്തും ശ്രദ്ധിച്ച്, ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവർക്കാണ്. ഇല്ലേ? പറ. നീ നല്ല ഭാഷയെ പറയാം. രക്ഷിക്കപ്പെട്ടവരെക്കാളും കഴിവ് ആർക്കാ? ഇല്ലേ? വേണ്ടേ? അവര് പാട്ട് പാടുന്നു. എന്തോ രാജീവനല്ലേ? അത് സഹധർമ്മിണിയാണോ? അതെ, അവര് കുടുംബവും പിന്നെ എല്ലാം ചേർന്ന് പാട്ട് പാടുന്നു. രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളാണ്. പക്ഷെ യേശുദാസ് വരുമ്പോഴോ? പറ. മിണ്ടുന്നില്ല. യേശുദാസ് അവരുടെ ഒപ്പം വരികയല്ല. എന്തേലും ഒന്ന് വാ തുറന്ന് പറ. ഇവര് രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളാണ്. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ
പറയാനും അറിയാൻ മേല. എന്നാ പിന്നെ തമ്മി ഭേദം തൊമ്മൻ തന്നെ. രക്ഷിക്കപ്പെട്ടവനേക്കാളും കഴിവ് രക്ഷിക്കപ്പെടാത്തവർക്കാ. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ. അത് എല്ലാം വിവരിക്കാൻ നേരമില്ല. ഗുണപ്പെട്ടവൻ ഹാനോക്ക്, ഗുണപ്പെടാത്തവൻ ലാമേക്ക്. ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഒരു തെളിവ് തരാം, വചനത്തിൽ നിന്ന് തരാം. ആ 4:19 വായിച്ചേ മോളെ. മൈക്ക് കൂടെ വായിക്കോ ചേ. രണ്ട് ഭാര്യമാരെ എടുത്തു. തിരിഞ്ഞില്ല എല്ലാവർക്കും, ഒന്നുകൂടെ വായിരേ. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. എങ്ങനുണ്ട്? കഴിവില്ലേ? ഗുണപ്പെട്ട ഹാനോക്കിന് 1 ഭാര്യ, ഗുണപ്പെടാത്ത ലാമേക്കിന് 2 ഭാര്യ. ഇല്ലേ? കഴിവല്ലേ? മിണ്ടുന്നില്ല ഒരെണ്ണം. ബഹുമാനപ്പെട്ട പിന്നീട് പിതാവ് കൊച്ചമ്മ അടുത്തുണ്ട്. നിങ്ങളെല്ലാം കുടുംബസ്ഥരാ. ഇന്നലെ ചോദിച്ചപ്പോ ആരും ചത്തത്തുമില്ല, എല്ലാവരും ഉണ്ട്. നല്ല കാര്യം. ദൈവം എല്ലാവർക്കും ദീർഘായുഷ്യ തരട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നമ്മളാകുമ്പോ പിന്നെ ഉടക്കില്ല. പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നും പ്രശ്നം ഉണ്ടാക്കരുത്. കുടുംബജീവിതം നയിക്കാൻ, ദൈവകൃപയിൽ ജീവിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്നതായി ഈ അമ്മേനെ, സഹധർമ്മിണിയെ ഉഭയസമ്മതത്തിന്റെ ഉടമ്പടി വാചകത്താൽ തന്നത്. ആ സത്യം എന്നോട് പറയണം. അമ്മ വഴക്കം ഉണ്ടാക്കരുത്. നമ്മൾ ദൈവമക്കളല്ലേ. അച്ഛൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഫിലിപ്പുട്ടിച്ചാന് എന്നോട് സത്യം എന്ന് പറയാവുള്ളൂ. അമ്മാമ്മ ഉടക്കുകയും ചെയ്തത്. ഫിലിപ്പുട്ടിച്ചായന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമവും കഴിവും ഒക്കെ വിനിയോഗിച്ച ഈ ദൈവദാസിയെ ഇത്രയും കൊല്ലം കൂടെ ഇല്ലേ? ഞാനും അങ്ങനെ, എല്ലാവരും അങ്ങനെ ഇല്ലേ? നമ്മളെക്കാൾ നീളക്കുറവ്, കളറ് കുറവ്, എല്ലായിടത്തും തന്നെ കളറ് കുറവ്, പ്രായക്കുറവ്, കഴിവ് കുറവ് ഒക്കെ ഉണ്ട്. ബലഹീനത എന്ന് പുസ്തകത്തിലുണ്ട്. ബലഹീന പാത്രം അവരെ അംഗീകരിക്കത്തില്ലെങ്കിലും പുസ്തകത്തിൽ വാക്യം അങ്ങനെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സഹോദരിക്ക്, നിങ്ങളുടെയൊക്കെ സഹധർമ്മിണിമാരെ, 1 ഭാര്യയെ ദൈവം നിങ്ങൾക്ക് തന്നതാ. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഈ ഇത്രയും കൊല്ലം കൂടെ പറ കൊണ്ട് നടക്കുന്നത് അല്ലേ? അന്നേരം ഒരുത്തം കൂളായിട്ട് 2 എണ്ണത്തിന് അത് എന്ത് കഴിവുണ്ടായിട്ടാ? കഴിവാ. നമുക്ക് അത്രയും കഴിവൊന്നും അത്രയും കഴിവ് നമുക്കില്ല. അതാ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഇല്ലേ? ഉദാഹരണം പറയാം, ഉടക്കുണ്ടാക്കരുത്. നിങ്ങളുടെ അമ്മയോ പെങ്ങന്മാരോ നമ്മുടെ വീട്ടിൽ വന്ന്, എല്ലായിടത്തും അല്ല, അടുപ്പിച്ച് നിൽക്കുക. ചില സഹോദരിമാർക്ക് ഇഷ്ടമല്ല. അവരുടെ അമ്മയും അനിയത്തിയൊക്കെ കൂടെ വരികയും നിൽക്കുകയും ചെയ്യുന്നത് വലിയ താല്പര്യമാണ്. നമ്മുടെ പെങ്ങളോ അമ്മയോ ഒക്കെ അങ്ങനെ അടുപ്പിച്ച് വന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഒന്നും അങ്ങനെ വലിയ തൃപ്തി അല്ല. അപ്പം പിന്നെ അമ്മ വന്ന് നിന്നപ്പം, നമ്മൾ ജോലി കഴിഞ്ഞ് വന്നപ്പം അകത്തോട്ട് കയറ്റി അമ്മ തിന്നേരിക്കുക. എന്നാൽ നമ്മൾ അകത്തോട്ട് ചെന്ന് അകത്തോട്ട് കയറി കഥകിന് കുത്തിയിട്ട്. ഉദാഹരണമാണ് എന്നെ പറയുക. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ തള്ള ഇവിടെ കൂടെ നിർത്തരുതെന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് തള്ള പിന്നെ ഇങ്ങോട്ട് വന്നിരിക്കുക. ഉടനെ നമ്മൾ പറയും, എന്റെ സുഹൃത്തന്നെ നീ എന്റെ പെറ്റതള്ള എല്ലാവരുടെയും പെറ്റതാ, നിങ്ങളുടെ മാത്രമല്ല. ഉദാഹരണമാണ്. അമ്മ കേക്കട്ടെ ഞാൻ കേൾപ്പിക്കും. എന്നെ 10 മാസം നൊന്ത് വേദനിച്ച്, നിങ്ങളെയും എന്നെയും 10 മാസം അല്ല, എന്നെ 14 അല്ല, നിങ്ങളെയും എല്ലാവരും അങ്ങനെ. എന്നെ ചോദിക്കാം, നിങ്ങൾക്ക് മാത്രം എന്നെ അമ്മയെന്ന് പറയുന്നത് നിങ്ങളുടെ അന്യം ബേബിയുടെ അടുക്കലോട്ട് എന്നെ അമ്മ പോകാതെ ഇന്ന് രാത്രി തള്ളേനെ ഇവിടുന്ന് മാറ്റിയിട്ട് എന്റെ പനിനിറം. അപ്പോൾ നമ്മൾ ഉടനെ അവളെ അങ്ങ് ഉദാഹരണമാ പറഞ്ഞ നല്ല ഉദാഹരണം. പിന്നെ നമ്മൾ പറയാം, എന്റെ സൂസമ്മേ നീ ശാന്തമാകെ, അമ്മ കേൾക്കും, ഞാൻ നിനക്ക് സാരി മേടിച്ചു തരാം, സാരി കാഞ്ചീപുര. ഉടനെ സാരി ഇത്തിരി എന്നിട്ട് ഞാൻ ചിക്കിങ് മേടിച്ചു. പിന്നെ ഞാൻ കൊടൈക്കനാലിൽ കൊണ്ടുപോകാം. നമ്മൾ അവളെ ഒന്ന് ശാന്തമാക്കുക ഇല്ലേ? ഉദാഹരണമാ. ശാന്തമാക്കി ഒരു പരുവം. അപ്പൊ നമ്മള് ചില വിയർത്തു അതെല്ലാം കൂട്ടയച്ച് നമ്മൾ കടവ് തുറന്ന് അവൾ അകത്താണ്. നമ്മൾ ഇങ്ങോട്ട് വന്നെ അമ്മ ചോദിക്കുക, ബേബുക്കുട്ടിയെ അല്ലെ എന്തുവാടാ അവള് പറഞ്ഞു? അമ്മ അവള് പ്രാർത്ഥനയ്ക്ക് പൊറോട്ട വേണോ ബണ്ണ് വേണോ എന്ന് ചോദിച്ചതാ. നീ എന്നാ പറഞ്ഞു? ബണ്ണ് മതിയടാ, അതാ എനിക്ക് ഇഷ്ടം. ഈ രാത്രി പൊറോട്ട കഴിക്കുന്നത്. അവള് പൊറോട്ടയുടെ കാര്യമാണോ പറഞ്ഞേ? അല്ല. അവള് പറഞ്ഞ കാര്യം അമ്മയോട് പറഞ്ഞാലോ? അപ്പൊ നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് അന്നേരം ഒരുത്തൻ 2 എണ്ണത്തിനെ കൂളായിട്ട് കൊണ്ട് കിടക്കുക. അതാ ഞാൻ പറഞ്ഞ ഗുണപ്പെട്ടവരെക്കാളും കഴിവ്
ഗുണപ്പെടാത്തവനല്ല, ലാമക്ക് ഭയങ്കര കഴിവാണ്. ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ഹാനോക്ക് പ്രവചിച്ചു എന്ന യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓടിച്ചു നിർത്താം. എന്തുവാണ് ഹാനോക്ക് പ്രവചിച്ചത്? പ്രധാനമായിട്ട് രണ്ട് കാര്യം ഹാനോക്ക് പ്രവചിച്ചു. ഒന്ന്, ഒരു വലിയ വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. തന്റെ 65-ാമത്തെ വയസ്സിൽ തനിക്കൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേര് മഥൂശാലേഖ്. ആ വാക്കിന്റെ അർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും. വേദപഠിതാക്കൾ പറയുന്നത് നോഹയുടെ കാലത്ത് വരാൻ പോകുന്ന വലിയ ജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. അന്ന് വരെ എല്ലാം ഭൂമി നനയുന്നത് മഞ്ഞുകൊണ്ടാ. വെള്ളപ്പൊക്കം എന്ന സംഭവം ആർക്കും അറിയത്തില്ല. മഞ്ഞുകൊണ്ട് ഭൂമി നനയുന്ന കാലത്ത് ഹാനോക്ക് ആത്മാവിൽ കണ്ട് പ്രവചിച്ചു, ഒരു വലിയ വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും വെള്ളം കുടിച്ച് ചാകും. ഈ സമയത്ത് ആ മകൻ ജനിക്കുന്നത്. അപ്പോൾ അവന് പേരിട്ടു മഥൂശാലേഖ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും. അതാണ് ഒന്നാമത്തെ പ്രവചനം. രണ്ടാമത്തെ പ്രവചനം, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നു. ഇതാണ് രണ്ട് പ്രവചനം. ഹാനോക്ക് പ്രവചിച്ചെന്ന യൂദ പറഞ്ഞത്. രണ്ട് പ്രവചനം. അതിൽ ഒന്നാമത്തെ പ്രവചനം വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം ആരുടെ കാലത്താ? ഉറക്കെ പറ. നോഹയുടെ കാലത്ത്. നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പം? ഉറക്കെ പറ. 600. മെഥൂശലേഖിന്റെ ആയുഷ്കാലം 969. അപ്പൊ നോഹയുടെ കാലത്ത് ആ വെള്ളപ്പൊക്കം എത്ര വയസ്സിൽ? 600. നോഹയുടെ അപ്പന്റെ പേര് ഇപ്പൊ നിങ്ങൾ എന്തിക്കുക? ഇയാള് വന്നപ്പോ മുതല് തന്തയുടെയും തള്ളയുടെയും പേര് പറഞ്ഞിരിക്കുക, മനുഷ്യനെ ഇട്ട് കുഴക്കുകയാണ്. നോഹയുടെ അപ്പന്റെ പേര് ലാമേക്ക്. ലാമേക്കിന്റെ അപ്പന്റെ പേര് കണക്ക് പറയാം. കണക്കാ. ഹാനോക്കിന് എത്ര വയസ്സുള്ളപ്പോഴാ മഥൂശലേഖ് ജനിക്കുന്നത്? 6 ജിഷ്ട 1 1 1 2 1 3. അപ്പൊ 360. ഏ 369. അപ്പൊ നിങ്ങൾ കണക്ക് ശ്രദ്ധിക്കണം. മഥൂശലേഖ് ജനിക്കുമ്പോൾ ആ ഹാനോക്ക് പ്രവചിക്കുന്നത് ഇവന്റെ കാലത്തിന് ശേഷം വെള്ളപ്പൊക്കം വരുവാണ്. വെള്ളപ്പൊക്കം ആരുടെ കാലത്താ? നോഹയുടെ കാലത്ത്. നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പം? 600. ഹാനോക്കിന്റെ എത്രാമത്തെ വയസ്സിൽ മഥൂശലേഖ്? 187. മഥൂശലേഖിന്റെ എത്രാമത്തെ വയസ്സിൽ ലാമേക്ക്? 180. അപ്പൊ 187 182 369. 369ന്റെ കൂടെ നോഹയുടെ 600 വയസ്സും കൂടെ, അപ്പം 969. മഥൂശലേഖിന്റെ ആയുഷ്കാലം 969. മഥൂശലേഖ് മരിച്ചു. വെള്ളപ്പൊക്കം തുടങ്ങി. ഇത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ആത്മാവിൽ കണ്ട് ഹാനോക്ക്. ഇതാ പ്രവചനം. അതിന് പോയിന്റ് ഇപ്പൊ കുറെ പ്രവാചകന്മാരുണ്ട്. മകളി, വീടിന്റെ തെക്ക് വശത്ത് കൊടംപുളി ഉണ്ടോ? ഉടനെ അമ്മാമ്മ, പക്ഷേ കൊടംപുളിയാണോ വാളംപുളിയാണോ? എനിക്ക് ഉള്ളതായിട്ട് നിങ്ങളുടെ വീടിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ഇടവഴിയുണ്ട്. ഒരുമാതിരിപ്പെട്ടെടുത്തെല്ലാം ഇടവഴി. ചെല്ലങ്ങൾ ഞെട്ടുകയൊക്കെ ചെയ്യും കേട്ടോ, കണ്ണടച്ചിട്ട്. അപ്പൊ നമ്മൾ ഓർക്കുന്നുണ്ട് ഭയങ്കരം ഇവന്റെ കോഴ്സ് ഇറക്കുക. ഉടനെ അടുത്തത്
ആണ് ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനൊന്നും അല്ല ഹാനോക്ക് പ്രവചിച്ചത്. ഹാനോക്ക് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഇപ്പൊ എനിക്കൊരു മകനുണ്ടായി മെതൂശലേക്ക്, ഇവന്റെ കാലം കഴിയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും, സൂക്ഷം നടന്നു. എനിക്കിതൊക്കെ ഒത്തിരി മണിക്കൂറെടുത്ത് വേറെ വാക്യം ചേർത്ത് കോർത്തിണക്കി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ദൂരെ നിന്ന് വന്ന് സഹിച്ചിരുന്നല്ലോ. നിർത്തുക. ഒന്ന്, വെള്ളപ്പൊക്കം കണ്ടു ആത്മാവിൽ. 2, ആയിരം വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാൽ ആ വരവ് ഏതാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കൽ യേശു വന്ന് പാപത്തിന് പരിഹാരം എടുത്ത് സ്വർഗത്തിൽ പോയി. ഇനി വരും മേഘപ്രത്യക്ഷത തിരുസഭയെ ചേർത്തവിടെ കൊണ്ടുപോകും. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് വീണ്ടും വരും. അതാ മഹത്വ പ്രത്യക്ഷത. വെളിപ്പാട് 1:7, വെളിപ്പാട് 19:11, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13, ഇപ്പം വായിച്ച യൂദായുടെ ലേഖനം 14-15. മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ 1-ാം പ്രത്യക്ഷതയെ പറ്റി പോലും ആരും അറിയാതെയും പറയാതെ ഇരുന്ന കാലത്ത് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് യേശുക്രിസ്തുവിന്റെ 2-ാമത്തിന്റെ വരവിന്റെ 2-ാം ഘട്ടം ആത്മാവിൽ നടത്തിയപ്പോൾ ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു. ഇതാ തീരുമാനം, ആ വെള്ളപ്പൊക്കത്തിൽ ഞാനും എന്റെ തലമുറയ്ക്ക് പെട്ടുപോകരുത്. 2, 1000 വിശുദ്ധന്മാരുമായി വരുന്ന വരവിൽ എനിക്കും കാണപ്പെടണം. അതുകൊണ്ട് ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു, ഇനി എനിക്ക് ലഭിക്കുന്ന ആയുസ് മുഴുവൻ ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കും. 300 കൊല്ലം കർത്താവിന്റെ കൂടെ നടന്നു. 300 കൊല്ലം നടന്നു കഴിഞ്ഞ് 300 കൊല്ലം തികഞ്ഞപ്പോൾ ഒരു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശ കിടത്ത് പ്രാർത്ഥന കഴിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. അവിടുത്തെ വരവിൽ ആരും നഷ്ടപ്പെട്ടു പോകരുത്. അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അവിടുത്തെ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടാൻ സമയം പോയത് കൊണ്ട് 2 ചരണം പാടിയാ മതി. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കാറ്റുകന്നെ പോലെ ജനിക്കും. ആമേൻ, കാത്തിരിക്കും വിശുദ്ധരെല്ലാം ആമേൻ, കാറ്റുകന്നെ പോലെ ജനിക്കും. ഓ മധ്യാകാശമണിയറയിൽ ഓ കാന്തരുമായി ചെയ്യുവാനാമേ മധ്യാകാശമണിയറയിൽ കൈയടിച്ച് ചേർന്ന് ചെയ്യുവാനാമേശു എന്റെ കൈയടിച്ച് ചേർന്ന് അവനിലത്രേ അവൻ എന്നെ നടത്തോ അലയാതെ മരുഭൂമി അവൻ എന്നെ വഴി നടത്തും. അലയാതെ മരുഭൂമിയിൽ അവൻ എന്റെ പ്രിയൻ വാനിൽ വാഴും. അവൻ ആകലങ്ങൾ മൂടും. അവൻ എന്റെ പ്രിയൻ വാനിൽ വാഴാം. അവൻ ആകലങ്ങൾ മുഴങ്ങിടാറാ. ഉയർത്തിടാൻ ജയക്കൊടികൾ സോദരരെ കൈയടിച്ച് ചേർന്ന ജയക്കൊടികൾ ഓ അവനെ വഴി നടത്തോ അവൻ എന്നെ വഴി നടത്തോ അലയാതെ മരുഭൂമിയിൽ വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കോ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം പോലെ ഗമിക്കോ. മധ്യാകാശമണിയറയിൽ ആന്തരവുമായി വേലി കഴിപ്പാൻ മധ്യാകാശമണിയറയിൽ ആന്തരവുമായി വേലി കഴിപ്പാൻ ആശ്രയവനി
കരയിലത്രേ. ഓ യേശു